അന്ത്യത്തോളം അവിടുന്ന് ഞങ്ങളെ വഴി നടത്തിയാലും യേശു മശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. നിൽക്കുമ്പോൾ തന്നെ ദൈവനാമം മഹത്വപ്പെടുന്നതിനായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാട്ടുപുസ്തകത്തിൽ 62-ാമത്തെ ഗാനം നമുക്ക് ചേർന്നു പാടാം. ആശ്വാസപ്രദനെ എന്നേക്കും വാഴുക, നിൻ സഭ നിൻ്റെ ആലയം, അതിൽ പ്രവേശിക്കാം. 62-ാമത്തെ ഗാനം. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തുതിലിഥാനികൾ ആരാധനക്രമത്തിൽ 5-ാം പുറം 3-ാം ഭാഗം. സ്തുതിലിഥാനികൾ ആരാധനക്രമത്തിൽ 5-ാം പുറം 3-ാം ഭാഗം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങേക്ക് സ്തുതി. സ്രഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. പാപികളായ അടിയരോട് കൃപ ചെയ്യുന്ന മഹാരാജാവേ, അങ്ങേക്ക് സ്തുതി. ആമേൻ. ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ എത്തിച്ചേരാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനവും
ഇവിടെ വച്ചു നൽകാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വച്ച് തിരുവചനവും വിശുദ്ധ കൂദാശകളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചു വന്നിരിക്കുന്ന ദൈവത്തോട് നാമും അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവുമാവുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽക്കാനുള്ള യോഗ്യതയില്ലാത്തവരുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരമാർത്ഥമായ അനുതാപത്തോടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. അനുതാപ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മുടെ മുഴങ്കാലുകളെ മടക്കാം. പ്രാർത്ഥനയ്ക്കായി വിനയപ്പെടാം. യെശയ്യാ പ്രവാചകൻ നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ്: ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിങ്കലേക്ക് തിരിയട്ടെ. അവിടുന്ന് അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കലേക്ക് തിരിയട്ടെ. അവിടുന്ന് ധാരാളം ക്ഷമിക്കും. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാനുള്ള സമയമാണ്. എങ്ങനെയാണ് നാം കർത്താവിൻ്റെ അടുക്കൽ നിന്നും അകന്ന് പോകുന്നത്? ഒന്ന് ധ്യാനിക്കുക. എപ്പോഴെല്ലാം കർത്താവിൻ്റെ സന്നിധി വിട്ട് ദൂരെയായി പോയി, ദൈവത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വിചാരങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ, അരുതാത്ത കാഴ്ചകളുടെ സന്തോഷം തേടിപ്പോയപ്പോൾ, അഹങ്കാരം ഉള്ളിലുണ്ടായപ്പോൾ, പക തോന്നിയപ്പോൾ, പ്രതികാര ചിന്തകൾ മനസ്സിൽ ഉടലെടുത്തപ്പോൾ, മനഃപൂർവവും അല്ലാതെയും കലഹങ്ങൾക്ക്, പിണക്കങ്ങൾക്ക് ഹേതുവാകുമ്പോൾ, ഇങ്ങനെ പലതരത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാറുണ്ട്. ഇത് തിരികെ വരാനുള്ള സമയമാണ്. അപ്പനെ വിട്ട് ദൂരേക്ക് പോയ പുത്രൻ ഒടുവിൽ എൻ്റെ അപ്പൻ്റെ ഭവനമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് തിരിച്ചറിഞ്ഞതുപോലെ നാം ജീവിതത്തിലെ പല സന്തോഷങ്ങളും തേടിപ്പോയിട്ടുണ്ട്. പല കാര്യങ്ങളിലും ആനന്ദം കണ്ടെത്തിയിട്ടുണ്ട്. ഒടുവിൽ ആ മകനെപ്പോലെ നമ്മൾ തിരിച്ചറിയുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയാണ് ഏറ്റവും സന്തോഷമുള്ള ഇടം, ഏറ്റവും വിലയേറിയ ഇടം. ഞാൻ നഷ്ടപ്പെടുത്തിക്കളഞ്ഞ അമൂല്യമായ ആ വലിയ അനുഗ്രഹത്തിലേക്ക് എനിക്ക് തിരികെ വരണം. കർത്താവേ, എന്നോട് പൊറുക്കണമേ. ചെയ്തുപോയ എല്ലാ തിന്മകളിൽ നിന്നും, പറഞ്ഞുപോയ എല്ലാ ദോഷം നിറഞ്ഞ വാക്കുകളിൽ നിന്നും, അനീതി നിറഞ്ഞ വിചാരങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് അങ്ങയുടെ സന്നിധിയിൽ എന്നെ ചേർത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. 12-ാം പുറത്തു കാണുന്ന ലിഥാനി അനുതാപ പ്രാർത്ഥനയായി വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ആരാധനക്രമം 12-ാം പുറം. വിശുദ്ധിയും കൃപയും നിറഞ്ഞ ദൈവമേ, നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് തൻ്റെ രക്ഷ നൽകുന്നതിന് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവനായുള്ളോവേ, അടിയാരുടെ അഭയയാചനകൾ ചെവിക്കൊള്ളുവാൻ കൃപയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട എല്ലാ തിന്മകളും പലവിധമായ അനുസരണക്കേടുകളും ഓർത്ത് ഞങ്ങൾ ഹൃദയം നുറുങ്ങി സങ്കടപ്പെടുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിർമ്മലവും രമ്യവുമായവ ചിന്തിക്കുന്നതിന് തടസ്സമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന ഭയം, സംശയം, ആശങ്ക, പക എന്നീ ദോഷങ്ങളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ഹൃദയകാഠിന്യം, അഹങ്കാരം, ആത്മസംതൃപ്തി, ഞങ്ങൾ മനഃപൂർവമായി ചെയ്തുപോയ അക്രമങ്ങൾ ഇവയിൽ നിന്ന് മോചനം നൽകണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യ പാപങ്ങൾക്കായും മനഃപൂർവ്വ കുറ്റങ്ങൾക്കായും ഞങ്ങൾ ക്ഷമായാചനം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഈർഷ്യയും കയ്പും നിറഞ്ഞ വാക്കുകൾ ഓർത്തും ഞങ്ങളുടെ പ്രേരണയിൽ സംഭവിച്ചിട്ടുള്ള ഷണ്ഠകൾ ഓർത്തും
മനുഷ്യരുടെ ഇടയിൽ സ്നേഹവും സമാധാനവും ഉണ്ടാക്കുന്നതിന് ലഭിച്ച നല്ല സന്ദർഭങ്ങൾ പാഴാക്കിയതോർത്തും ഞങ്ങൾ ദുഃഖിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മറ്റുള്ളവർ സഹിക്കുന്ന അന്യായങ്ങളും സങ്കടങ്ങളും കണ്ടിട്ട് അവയെ അല്പം പോലും ഗണ്യമാക്കാതെ ഞങ്ങൾക്ക് ലഭിച്ച നന്മകൾ മറ്റുള്ളവരുമായി പങ്കിടാതെ ദുരുപയോഗപ്പെടുത്തിയതോർത്തും ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ കാണിച്ച അമിതമായ താല്പര്യമോർത്തും സഹോദര സ്നേഹമില്ലാതെ ജീവിച്ചതോർത്തും ഞങ്ങൾ മഹാസങ്കടത്തോടുകൂടി അങ്ങേ സമീപിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ ചെവിക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു എങ്കിലും അവിടുത്തെ മഹാകരുണ കൊണ്ട് അവയിൽ നിന്നും ഞങ്ങളെ അഴിച്ചുവിടണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്ക് നമ്മുടെ കർത്താവ് പ്രായശ്ചിത്തമാകുന്നു. നാം പാപം സംബന്ധിച്ച് മരിക്കുകയും നീതിപ്രകാരം ജീവിക്കുകയും ചെയ്യേണ്ടതിന് ക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് ക്രൂശന്മേൽ കയറി. അവിടുന്ന് ഏറ്റ അടിപ്പിണരുകളാൽ നാം ഇന്ന് സൗഖ്യം അനുഭവിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ നമ്മുടെ കർത്താവ് പാപങ്ങളിൽ നിന്നുള്ള മോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും നൽകി ഈ പ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിക്കുകയാണ്. ദൈവതിരുസന്നിധിയിൽ നിന്ന് നാം അനുഭവിച്ചു പോരുന്ന ബഹുവിധങ്ങളായ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രത്തോടെ ദൈവതിരുസന്നിധിയിൽ നമുക്കായിരിക്കാം. 17-ാം പുറത്തു കാണുന്ന സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 17-ാം പുറത്തിലെ പ്രാർത്ഥന. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിൽ എല്ലായ്പ്പോഴും ആശ്രയിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നുവെന്നും അവിടുത്തെ സ്നേഹം ഞങ്ങളെ ഒരിക്കലും കൈവെടിയുകയില്ലെന്നും സർവകാലത്തും നിത്യദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നുവെന്നും വിശ്വസിക്കാൻ കൃപയരുളണമേ. തികഞ്ഞ പരമാർത്ഥതയോടെ അവിടുത്തെ പിന്തുടരുവാനും പ്രശാന്തവും സംതൃപ്തവുമായ മനസ്സോടുകൂടി അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്താനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. ആമേൻ, ആമേൻ. ജ്ഞാനകീർത്തനങ്ങളിൽ 214-ാമത്തെ കീർത്തനം. സത്യവേദത്തെ ദിനം ധ്യാനി, സകല പേർക്കും അതഭിമാനി. 214-ാമത്തെ കീർത്തനം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൊയറിനോടൊപ്പം ചേർന്ന് ആലപിക്കാം. ജീവിയ വഴി നാട്ടും
തന്നെ 29 സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 29. സങ്കീർത്തനം. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പിൻ, വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവൻ അവയെ കാളക്കുട്ടിയെ പോലെയും ലെബാനോനെയും സിരിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെ പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിന്നിക്കുന്നു, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലുരിക്കുന്നു. അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. യഹോവ ജലപ്രളയത്തിന്മീതെയിരുന്നു, യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഇരിക്കാം. ഇന്നത്തേക്കായി നിശ്ചയിച്ചിട്ടുള്ള തിരുവചന പാഠങ്ങൾ പഴയ നിയമം, ലേഖനം, സുവിശേഷം എന്ന ക്രമത്തിൽ നമ്മെ വായിച്ചു കേൾപ്പിക്കും. വായിക്കുവാനായി നൽകിയിരിക്കുന്ന പഴയ നിയമവേദഭാഗം യെഗസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായം 24 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. യെഗസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായം 24 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ചു സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തു നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിൻ്റെ വിളവും വർദ്ധിപ്പിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. നിങ്ങളുടെ നിമിത്തമല്ല ഞാനിത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിരിക്കട്ടെ എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നടപ്പ് നിമിത്തം ലജ്ജിച്ചു നാണിപ്പിൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും. ശൂന്യസ്ഥലങ്ങളെയും പണിയും. വഴി പോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്തു കൃഷി നടക്കും.
ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏതേൻ തോട്ടം പോലെയായി തീർന്നുവല്ലോ. പാഴും ശൂന്യവുമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവ ആയി തീർന്നിരിക്കുന്നുവല്ലോ എന്ന് അവർ പറയും. ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിതു, ശൂന്യപ്രദേശത്തെ നടുതല വച്ചുണ്ടാക്കി എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്ന് അറിയും. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഈ തിരുവചന സത്യങ്ങളാ ദൈവം നമ്മെ ഒരു സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. വായിക്കുവാനായി നൽകിയിരിക്കുന്ന ലേഖന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെ. ബെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താൻ്റെ ഭാഷയിൽ അവ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർദ്ദരും മേദ്യരും എലാമീരും മെസപ്പൊത്താമിയയിലും യഹൂദ്യയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസ്യയിലും പ്രഗ്വയിലും പംഫൂല്യയിലും മിസ്രൈമിലും കുറേനേക്കിൽ പേർക്കുന്ന ലിബ്യാൻ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ചു ചഞ്ചലിച്ചു. ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവിടെ ലേഖനവേദഭാഗം വായിച്ചവസാനിച്ചിരിക്കുന്നു. ഇന്നത്തേക്കുള്ള സുവിശേഷ പാഠഭാഗം യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള ദൈവവചനം വായിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള ദൈവവചനം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് യേശു കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിൽക്കുമ്പോൾ തന്നെ നാം സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസം നമുക്ക് ഉറപ്പോടും ധൈര്യത്തോടും കൂടെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം ആരാധനക്രമത്തിൽ 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു.
അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മുഴങ്കാലുകളെ ദൈവസന്നിധിയിൽ മടക്കാം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് വിനയപ്പെടാം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് വാഗ്ദാനം ചെയ്യുകയും ഇന്നുവരെയും ഞങ്ങളോടൊപ്പമായിരുന്ന് ഞങ്ങളെ പരിപാലിച്ചു വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഒരു വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഈ അൾത്താരയ്ക്ക് മുന്നിൽ ശിരസ്സുകൾ നമിച്ച് കരങ്ങളെ കൂപ്പി കർത്താവേ, ഞങ്ങളങ്ങയുടെ കൃപകൾ അന്വേഷിച്ചു കൊണ്ടടുത്തു വരുന്നു. ഞങ്ങളങ്ങയെ സമീപിക്കുന്ന ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരുകയും അരുമനാഥനെ ആദ്യ നൂറ്റാണ്ടിൽ അങ്ങയുടെ സഭ ദർശിച്ച വലിയ മഹത്വങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളിൽ ചെറിയവരെയും വലിയവരെയും അവിടുന്ന് ഒരുപോലെ നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഞങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. അഗ്നിനാവുകൾ പോലെ പിളർന്നിരിക്കുന്ന ജ്വാലകൾ പോലെ തന്നെ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങൾ ദർശിക്കട്ടെ. ഞങ്ങളുടെ അധരങ്ങളിൽ അങ്ങയുടെ വചനം നിറയട്ടെ. ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് ഗ്രഹിക്കാൻ തക്കവണ്ണമുള്ള കൃപ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലായിരിക്കാനും അന്യോന്യം മനസ്സിലാക്കി അന്യോന്യം തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മശക്തിയോടെ ഈ ഭൂമിയിൽ വസിക്കുന്നതിനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അരുമനാഥനെ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതം വരെയും നീ ഞങ്ങളെ സൂക്ഷിച്ചുവല്ലോ. ഒടുവിലായി ദൈവാലയത്തിൽ നിന്ന് ആശീർവാദം സ്വീകരിച്ച് പിരിഞ്ഞുപോയ ഞങ്ങൾക്ക് ദൈവാലയത്തിലൊരു കൂട്ടായ്മ ലഭ്യമാകുന്നതുവരെ അങ്ങയുടെ കരുണ പകർന്നു സൂക്ഷിച്ചതിനാൽ സ്തോത്രം. ആപത്തനർത്ഥങ്ങൾ അകറ്റി രോഗദുഃഖങ്ങളിൽ ആശ്വാസം നൽകി ഞങ്ങളുടെ ബലഹീനതകൾക്ക് ശമനം നൽകി കർത്താവേ, സമാധാനക്കേടുകൾ നീക്കി അവിടുന്ന് ഞങ്ങളെ ഇന്നുവരെയും സ്നേഹമോടെ പരിപാലിച്ചിരിക്കയാൽ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ വസിക്കുന്ന ദേശത്തിന് ഈ നാളുകളിൽ അവിടെ നിന്ന് നൽകി വരുന്ന സമൃദ്ധമായ മഴയ്ക്കായി സ്തോത്രം. കർത്താവേ, മഴയ്ക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കാത്തിരുന്നു. കൊടിയ വേനൽ കാരണം ഞങ്ങളിൽ പലരും പലവിധത്തിലുള്ള പ്രയാസങ്ങളും പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു. അവിടുന്ന് സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് ഞങ്ങളുടെ ദേശത്തെ നനച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജലാശയങ്ങൾ നിറയാൻ, ഞങ്ങളുടെ കൃഷിഭൂമികളെല്ലാം ഫലഭൂയിഷ്ടമായി തീരാൻ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായിരിക്കുന്ന മഴ ദേശത്തിന് നൽകണമേ. മഴക്കാല കെടുതികൾ, ആപത്തുകൾ, അനർത്ഥങ്ങളൊന്നും ഞങ്ങളുടെ ദേശത്തുണ്ടാകാതെ വണ്ണം സർവശക്തൻ്റെ കൃപ ഞങ്ങളുടെ ദേശത്തെ കാത്തുകൊള്ളട്ടെ. അരുമനാഥനെ, മഴക്കാലജന്യ രോഗങ്ങൾ, പകർച്ചവ്യാധികളൊന്നും ഞങ്ങളുടെ ദേശങ്ങളിൽ വരരുതേ. ആരും ഈ നാളുകളിൽ രോഗത്തിൽ അകപ്പെട്ടു പോകാതെ സർവശക്തൻ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിലെ എല്ലാ ജനങ്ങളും അങ്ങയുടെ കൃപ അനുഭവിക്കട്ടെ. കർത്താവേ, ദേശത്തിൽ അങ്ങ് നൽകിയിരിക്കുന്ന ദൈവാലയത്തിനായി സ്തോത്രം. അങ്ങയെ ആരാധിക്കുന്നതിനും അങ്ങയുടെ സ്നേഹം അനുഭവിക്കുന്നതിനും അങ്ങയുടെ സാമീപ്യം തിരിച്ചറിയുന്നതിനും വീണ്ടും വിചാരങ്ങൾക്കും മാനസാന്തരത്തിനുമായി അങ്ങയുടെ ആലയത്തെ ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നുവല്ലോ. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് അങ്ങയുടെ കൽപ്പന നിരന്തരം ഓർത്തുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാലയത്തിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും ദേശത്തിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭവനങ്ങളിലും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കാൻ തക്കവണ്ണം അരുമനാഥനെ അവിടുന്ന് കൃപ ചൊരിയണമേ. പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് കർത്താവേ. ഈ നാളുകളിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന കുടുംബങ്ങളുണ്ട്. ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളുമെല്ലാം വെല്ലുവിളി പോലെ മുന്നിൽ നിൽക്കുമ്പോൾ അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ അരുമനാഥനെ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദമ്പതിമാരെയും കാത്തുകൊള്ളണമേ. പരസ്പരമുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും അവർ അന്ത്യത്തോളം നിലനിൽക്കട്ടെ. വിശ്വസ്തത കാത്തു സൂക്ഷിക്കാനും
ദൈവസന്നിധിയിൽ നിന്ന് നന്മകൾ പ്രാപിക്കുന്നതിനും അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ്റെ കൃപയുടെ തണലിൽ എല്ലാ ഭാര്യാഭർത്താക്കന്മാരും വസിക്കട്ടെ. ദാനമായി നൽകിയിരിക്കുന്ന തലമുറകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ മക്കളെ അവിടുന്ന് കരുതണമേ. അവർ മിടുക്കരായി വളരട്ടെ. ജ്ഞാനവും വിവേകവുമുള്ളവരായി അനുസരണശീലമുള്ളവരായി വളർന്നു ശോഭിക്കാൻ അരുമനാഥൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റായ വഴികളിലും അരുതാത്ത ശീലങ്ങളിലേക്കും ഞങ്ങളുടെ മക്കൾ ആകൃഷ്ടരാകാത്ത വണ്ണം സർവശക്തൻ അവരെ പരിശുദ്ധാത്മാവിനാൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന മക്കളെ വഴി നടത്തണമേ. 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ നല്ല വിജയം നൽകി ഞങ്ങളുടെ മക്കളെ മാനിച്ചിരിക്കുന്നുവല്ലോ. തുടർ പഠനത്തിന് വേണ്ടി അങ്ങയുടെ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കുന്ന വിഷയങ്ങളുടെ മേൽ അവർക്ക് അഡ്മിഷൻ ലഭിക്കട്ടെ. അതിന് ദൈവം മുഖാന്തിരങ്ങൾ ഒരുക്കണമേ. ഏതെങ്കിലും മക്കൾ അഡ്മിഷന് വേണ്ടി ഭാരം അനുഭവിക്കുന്നുവെങ്കിൽ സർവശക്തനായ ദൈവമേ, അവരുടെ ഭാവിയെ അവിടുന്ന് കരുതണമേ. മുന്നോട്ടുള്ള പഠന ജീവിതത്തിന് അവിടുന്ന് വാതിൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ക്ലേശങ്ങൾ മുഖാന്തിരം ആരെങ്കിലും തുടർ വിദ്യാഭ്യാസത്തിനായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അരുമനാഥനെ അങ്ങയുടെ മക്കളെ ശക്തീകരിച്ചു കൊള്ളണമേ. കർത്താവേ, സാമ്പത്തിക പരാധീനത നിമിത്തം ആരും പഠിക്കാതിരിക്കാൻ അവിടുന്ന് അനുവദിക്കരുതേ. എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാഹചര്യവും അവസരവും ഒരുക്കി നൽകി വലിയവനായ ദൈവം വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠനങ്ങൾക്ക് വേണ്ടി കർത്താവെ ഭവനം വിട്ട് മാറി താമസിക്കുന്ന മക്കളുണ്ട്. ദൂരദേശങ്ങളിലായിരിക്കുന്ന മക്കളുണ്ട്. അവരെ അവിടുന്ന് കാത്തുകൊള്ളണമേ. തങ്ങൾ വസിക്കുന്നിടങ്ങളിൽ മാതൃകയോടെ ദൈവഭയത്തോടെ ജീവിക്കാൻ ഞങ്ങളുടെ മക്കളെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി സ്തോത്രം. അരുമനാഥനെ നൽകിയിരിക്കുന്ന അധ്വാന മാർഗത്തിൽ വിശ്വസ്തയോടെ സമർപ്പണത്തോടെ ആയിരിക്കാനും അതിൻ്റെ നന്മകൾ അനുഭവിക്കാനും അരുമനാഥൻ സഹായിക്കണമേ. വിദേശങ്ങളിൽ തൊഴിൽ തേടി പോയിരിക്കുന്നവർക്കായി സ്തോത്രം. പ്രതീക്ഷകളോടെ വിദേശ രാജ്യങ്ങളിൽ പോയി കർത്താവെ ആഗ്രഹിച്ച ജോലികൾ ലഭിക്കാതെ ഭാരത്തോടെ കിട്ടിയ തൊഴിൽ ചെയ്ത് അവിടെ കഴിയുന്ന മക്കളുണ്ട്. കർത്താവേ, അവരെല്ലാവരെയും അവിടെ നിന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. തങ്ങളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ ദൈവത്തിൻ്റെ കൃപ എല്ലാവർക്കും കാവലായി തീരട്ടെ. അരുമനാഥനെ, ഭവന നിർമ്മാണങ്ങളിലായിരിക്കുന്ന കുടുംബങ്ങൾക്കായി സ്തോത്രം. ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി മുന്നോട്ട് പോകാനും വളരെ വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിനു വേണ്ടി ഒരുങ്ങുന്ന മക്കൾക്കായി സ്തോത്രം. അരുമനാഥനെ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥനയോടെ അവർ ആയിരിക്കുന്നുവല്ലോ. അവരെ സംരക്ഷിക്കണമേ. വലിയവനായ ദൈവം അവരെ മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്ന മക്കൾക്കായി സ്തോത്രം. കർത്താവ് അവരെ കാത്തുകൊള്ളുകയും കരുതുകയും ചെയ്യുമാറാകണമേ. രോഗങ്ങളിലും പ്രയാസങ്ങളിലുമായിരിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൻ്റെ അവശതയും ക്ലേശങ്ങളും പേറി ബലഹീനത അനുഭവിച്ച് പലരും ആയിരിക്കുന്നു. കർത്താവെ, ആശുപത്രിയിലായിരിക്കുന്നവരുണ്ട്, ഭവനങ്ങളിൽ കിടക്കമേലായിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെയും അരുമനാഥൻ ശക്തീകരിക്കണമേ. കർത്താവെ, ദുർബലരാണെന്ന് തോന്നുമ്പോഴും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അങ്ങയുടെ മക്കളെ ശക്തീകരിച്ച് ബലപ്പെടുത്തട്ടെ. അരുമനാഥനെ, രോഗികളായി കഴിയുന്നവരെ ആശ്വസിപ്പിക്കണമേ. അരുമനാഥൻ അവരുടെ ജീവിതത്തിൽ ആണിപ്പഴുതുള്ള കരം നീട്ടി തൊടുകയും അങ്ങയുടെ മക്കളെ മാനിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ശസ്ത്രക്രിയകൾക്ക് വേണ്ടി ഡോക്ടർമാർ വിധി പറഞ്ഞ രോഗികളുണ്ട്. കർത്താവെ, അവരെ ആശ്വസിപ്പിക്കണമേ, കരുതണമേ. അങ്ങയുടെ ഹിതത്താൽ അവരെ സുഖപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. ശസ്ത്രക്രിയകൾ കഴിഞ്ഞ് ഭവനങ്ങളിലും ആശുപത്രികളിലും വിശ്രമിക്കുന്ന മക്കളുണ്ടല്ലോ, അവരെയൊക്കെയും അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൗഖ്യത്തിന് വേണ്ടി ആരെല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ തിരുസന്നിധിയിൽ വിനയപ്പെടുന്നുവോ അവരെയൊക്കെയും കാത്തുകൊള്ളണമേ. വീഴ്ചകളിൽ അകപ്പെട്ട് ചെറിയ പരുക്കുകൾ പറ്റി ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. പലവിധത്തിലുള്ള ആപത്തുകളിൽപ്പെട്ട് ചെറുതും വലുതുമായ പരുക്കുകൾ അനുഭവിച്ച് ഭാരത്തോടെ ആയിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും സുഖപ്പെടുത്തുകയും അങ്ങയുടെ കൃപയാൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അരുമനാഥനെ, ദൈവാലയത്തിൽ നടന്നു വരുന്ന വിവിധങ്ങളായ എല്ലാ കൂട്ടായ്മകളെയും അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. വിശുദ്ധ ദിവസങ്ങളിൽ നടക്കുന്ന കൂട്ടായ്മകളെ അവിടുന്ന് ശക്തമാക്കുകയും അങ്ങയുടെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വിടുതലിൻ്റെ കൂട്ടായ്മകൾ ഞങ്ങൾ അനുഭവിക്കട്ടെ. സൗഖ്യത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ, സമാധാനത്തിൻ്റെ ശുശ്രൂഷകൾ ദൈവാലയത്തിലൂടെ ഞങ്ങൾ അനുഭവിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യാഴാഴ്ച തോറും നടന്നു വരുന്ന ഒരു ആരാധനയ്ക്കായി സ്തോത്രം. ഞങ്ങളെല്ലാവരും ആ വിശുദ്ധ ആരാധനകളിൽ സംബന്ധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും അവിടുന്ന് കൃപ ചെയ്യണമേ.
രണ്ടാം ശനിയാഴ്ച തോറും നടന്നു വരുന്ന ഉപവാസാരാധനകൾ ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ കൂട്ടായ്മകളായിരിക്കട്ടെ. അരുമനാഥനെ, എല്ലാ സംഘടനകൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുവജന സംഘടന, ബാലജന സംഘടന, സ്ത്രീജന സംഘടന, ഞങ്ങളുടെ കൊയർ, ലൈബ്രറി തുടങ്ങിയുള്ള എല്ലാ കൂട്ടായ്മകളെയും അരുമനാഥൻ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. സഭയിലെ എല്ലാ സംഘടനകളും അനുഗ്രഹതരമായി മുന്നോട്ട് പോകാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഇടവക കമ്മിറ്റിക്ക് വേണ്ടി സ്തോത്രം. വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് കരുതി സമർപ്പണത്തോടെ വിശ്വസ്തയോടെ ഇതുവരെയും തങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നുവല്ലോ. ഇനിയും സാക്ഷ്യമോടെ മാതൃകയോടെ തങ്ങളുടെ വിശ്വാസ ജീവിതം നയിക്കാനും ജനത്തെ ആശ്വസിപ്പിക്കാനും അങ്ങയുടെ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കപ്യാർക്ക് വേണ്ടി സ്തോത്രം. കാത്തുകൊള്ളണമേ കർത്താവേ. നിന്റെ കൃപയോടെ തുടർ ശുശ്രൂഷകൾക്കായി ഒരുക്കണമേ. സെക്യൂരിറ്റി ശുശ്രൂഷ ചെയ്യുന്ന പിതാവിനെ ഓർക്കുന്നു. ഒരു വീഴ്ചയിലകപ്പെട്ട് അല്പം ഭാരത്തോടെ താനായിരിക്കുന്നുവല്ലോ. അതിശയകരമായ വിടുതൽ വളരെ വേഗം താൻ പ്രാപിക്കട്ടെ. തൻ്റെ ശുശ്രൂഷ നിറവായി ചെയ്യാൻ തക്കവണ്ണം പ്രിയ പിതാവിനെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവേ, ആരാധനയുടെ ഓൺലൈൻ സംപ്രേഷണത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അങ്ങയുടെ മക്കൾ സമർപ്പണത്തോടെ ചെയ്യുന്ന ശുശ്രൂഷ ഒത്തിരി പേർക്ക് അനുഗ്രഹമായി തീരുന്നുവല്ലോ. അവിടെ നിന്ന് വഴി നടത്തുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. ശബ്ദ ക്രമീകരണങ്ങൾ ഒരുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഏറ്റവും ഭംഗിയായി വരും കാലത്തും ഈ ശുശ്രൂഷകൾ ചെയ്യാൻ അങ്ങയുടെ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പകൽക്കാലം ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥനയോടെ ദൈവഭയത്തോടെ അങ്ങയുടെ മുഖത്തേക്ക് പ്രത്യാശയോടെ നോക്കുന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ ആത്മാവിനെ പകരണമേ. ഇന്ന് ഞങ്ങൾ കേൾക്കേണ്ടുന്ന വചനം കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ചുള്ളത് തന്നെ ആയിരിക്കട്ടെ. വചനം സംസാരിക്കേണ്ടുന്ന വന്യപുരോഹിതനെ അനുഗ്രഹിക്കണമേ. തൻ്റെ കുടുംബം തലമുറകളൊക്കെയും അനുഗ്രഹിക്കപ്പെടട്ടെ. ആരോഗ്യത്തോടെ ദീർഘായുസോടെ വഴി നടത്തിയാലും ആരാധനയുടെ ശേഷിക്കുന്ന നിമിഷങ്ങളിലും അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. യേശു മശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷകളിൽ ഉൾപ്പെടുത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ, ആമേൻ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ വിശ്വാസ കൂട്ടായ്മയിൽ നമ്മളോടൊപ്പമായിരുന്ന ശ്രീമതി ലില്ലി ഭായി മടുത്തുവിളാകം തൻ്റെ 72ാമത്തെ വയസ്സിൽ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയും അവരുടെ ഭൗതിക ശരീരം സംസ്കരിക്കുകയും ചെയ്തു. അനുസ്മരണ പ്രാർത്ഥന അടുത്ത ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അവരുടെ ഭവനത്തിൽ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അമ്മയുടെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായ കുടുംബാംഗങ്ങളെ ഓർക്കുകയും ദൈവസന്നിധിയിൽ വിനയപ്പെടുകയും ചെയ്യാം. ആദരവോടുകൂടെ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. സകല ആശ്വാസങ്ങൾക്കും കാരണമായ ദൈവമേ, വിശ്വാസമുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടവരെ ആദരവോടുകൂടെ ഓർമ്മിക്കാനും വിശ്വാസപൂർവം ദൈവസന്നിധിയിൽ വിനയപ്പെടുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ലില്ലി ഭായി എന്ന പേരുള്ള അമ്മയെ കഴിഞ്ഞ 72 വർഷക്കാലം ഈ ലോകത്ത് ജീവിക്കുവാൻ ദൈവം ആയുസ്സും ആരോഗ്യവും അവസരവും കൊടുത്തു.
കുടുംബജീവിതത്തിൻ്റെയും വ്യക്തിജീവിതത്തിൻ്റെയും വളർച്ചയുടെ പടവുകളിൽ വ്യത്യസ്തമായ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും ദൈവം ഏൽപ്പിച്ചു. അതൊക്കെ ഭംഗിയായി പൂർത്തിയാക്കി ഈ ലോകജീവിതം അവസാനിപ്പിച്ച് നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ അമ്മയുടെ ജീവിതത്തിനായും ജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് അവരുടെ പ്രിയ ഭർത്താവ്, ആ പിതാവിന് വേണ്ടി അവരുടെ 4 മക്കളെയും കുടുംബാംഗങ്ങളെയും ദൈവസന്നിധിയിൽ ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും കാവലും പകർന്ന് ആരോഗ്യത്തോടും അനുഗ്രഹത്തോടും ദൈവം കാത്തുകൊള്ളണമേ. സകല മാനവും മഹത്വവും ഞങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നു. വേദനയോടും സങ്കടത്തോടും മരണദുഃഖങ്ങളിലായിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവകൃപ പകർന്ന് ഞങ്ങളെ കാത്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണമേ. ആമീൻ. എല്ലാവർക്കും ഇരിക്കാം. കൊയർ പാട്ട് പാടുന്ന സമയത്ത് സ്തോത്ര വഴിപാട് സ്വീകരിക്കും. സ്തോത്ര വഴിപാട് സ്വീകരിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം ദാനമായി തന്ന പൈതലിനെയും കൊണ്ട് ആലയത്തിലേക്ക് വന്നിരിക്കുന്ന ഡോക്ടർ ജെയ് ഗോൾഡനും ഡോക്ടർ ആൻഷിമോളും കുഞ്ഞുമായിട്ട് ഈ സ്തോത്ര വഴിപാടുകൾക്ക് ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം മുൻപോട്ട് വരേണ്ടതാണ്. ശ്രീകന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. ശ്രീകന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. അഭിഷേകമായി ചെയ്ത പാവനമേ. യുഗസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ചനുഗ്രഹമേ. യുദ്ധനദിക്കരയിൽ പ്രാവിൻ യുഗത്തിൽ വന്നു അഭിഷേകമായി ചെയ്ത പാവനമേ. യുഗസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ചനുഗ്രഹമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. അഗ്നിജ്വാല പോലെ വന്ന പാവനമേ. നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണേ. പെന്തക്കോസ്ത് നാളിൽ കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനമേ. നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ
തുറക്കുന്നതും ദൈവമേരിക്കുന്നതും കാണുവാനെന്നുള്ളിൽ കണ്ണു തുറന്നിടണേ. സ്തേഫാനോസിനെ പോലെന്നുമെന്നും ഞങ്ങളെ സത്യത്തിന്റെ സാക്ഷികളാക്കണമേ. സ്വർഗം തുറക്കുന്നതും ദൈവമേരിക്കുന്നതും കാണുവാനെന്നുള്ളിൽ കണ്ണു തുറന്നിടണേ. സ്തേഫാനോസിനെ പോലെന്നുമെന്നും ഞങ്ങളെ സത്യത്തിന്റെ സാക്ഷികളാക്കണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കാഴ്ചകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും ഉറവിടമായിരിക്കുന്ന കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് അളവില്ലാതെ വണ്ണം നന്മകളും അനുഗ്രഹങ്ങളും സ്വീകരിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം, പാർപ്പിടം, വസ്ത്രം ഇതെല്ലാം നൽകി ദിനംതോറും നീ ഞങ്ങളെ വഴി നടത്തുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നല്ല ബന്ധങ്ങളെ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു, നല്ല സൗഹൃദങ്ങളെ തന്നിരിക്കുന്നു. ഇതൊന്നുമില്ലാതെ ഭൂമിയിൽ വേദനയോടെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആഹാരമില്ലാത്തവർ, പാർപ്പിടങ്ങളില്ലാത്തവർ, ശരിയായ വസ്ത്രങ്ങൾ ലഭിക്കാത്തവർ, എത്രയോ പേർ ഇങ്ങനെ ഭാരത്തോടെ ആയിരിക്കുന്നു എന്ന് ഞങ്ങളിപ്പോൾ ഓർക്കുകയാണ്. അങ്ങനെ ഓർക്കുമ്പോഴാണ് ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ മഹത്വം ഞങ്ങൾ തിരിച്ചറിയുന്നത്. കർത്താവേ, നന്ദിയോടെ നിൻ്റെ ആലയത്തിലേക്ക് ഈ വിശുദ്ധ ദിവസം വരാം. ഈ മേശമേൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് കാഴ്ചകൾ വേർതിരിക്കാൻ നീ ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഞങ്ങൾ വേർതിരിക്കുന്ന സമ്പത്തല്ല അങ്ങേക്ക് പ്രധാനം, ഞങ്ങളാണ് പ്രധാനം എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ശരീര മനസ്സുകളെ പൂർണ്ണമായും അങ്ങേക്ക് നൽകാൻ, ഞങ്ങളുടെ ചിന്തകളെയും വിചാരങ്ങളെയും കാഴ്ചകളെയും പ്രവൃത്തികളെയും എല്ലാം അങ്ങേക്ക് കാണിക്കയായി നൽകാൻ ഇനിയുള്ള നാളുകളിൽ ശക്തി പകരണമേ. ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന കാഴ്ച സർവശക്തന് ഇഷ്ടം തോന്നി കൈക്കൊള്ളണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇന്ന് പ്രത്യേകിച്ച് സ്തോത്ര വഴിപാടുകൾ സമർപ്പിച്ചിരിക്കുന്നത് സർവശ്രീ ധർമ്മരാജ് വിരാലിവിള, ധർമ്മരാജ് പേയോട്ടുകോണം, ഇവാന പേയോട്ടുകോണം, വിപിൻ ഏഞ്ചൽ ഗാർഡൻ, കിരൺ വിൻസെൻ്റ് മന്ദിരം, അർഷാരാജ് DS പെരുമ്പ്രാവിള, ആൻഡൻ സനിൽ ബെദസ്ത, ജിനോ സാം സാം ഹൗസ്, ബിനോയ് CS, ആഡ്വിൻ CS ഭവൻ, വിനീത് വിനീഷ് വിരാലിവിള, യാക്കോബ് സേതുഭായി പളുകൽ, കാവ്യ വിൻസെൻ്റ് മന്ദിരം, ബീന പ്രിയ റിയ കുഴിവിള, ജിജോ സത്യൻ JL, അനുജ M സാം, റിഹാൻ ജോൺ സത്യഭവൻ, സത്യദാസ് ലത സത്യദാസ് സത്യഭവൻ, JS ജിനു BA ദിവ്യ JS ഭവൻ, TS ഓട്ടോമൊബൈൽസ് നെടുവാൻവിള, K തങ്കരാജൻ TS ഭവൻ നെടുവാൻവിള, സോന പളുകൽ, J ദേവദാസ്, ജെസ്സി V പോൾ, ഷാലോം വണ്ടിത്തടം, പ്രിയങ്ക ഷൈൻ ഭവൻ, അഹന്യ ദാസ്, അഹാൻ ദാസ്, ഗ്രേസ് ഭവൻ, ചൈതൻ ആൻഡ് അശ്വതി ബേബി, ഇവാൻ ജോർജ് താമരോട് ഹൗസ്, ഷെർലിൻ ബ്യൂല, സജീഷ് കുമാർ ആൻഡ് ഫാമിലി സജീഷ് ഭവൻ, സുബാൻ സിംഗ് ആൻഡ് ഫാമിലി, ശശി രാജം സജിൻ ശശി ഭവൻ, നേശയൻ പ്ലാങ്കാലത്തട്ട്, നേശയൻ ലീല ലിയോ പ്ലാങ്കാലത്തട്ട്, അരുൾകുമാർ സിമി അരുൾ, ആൻലിൻ ഫെലിക്സ്, ബെൻലിൻ ഫെലിക്സ് ST കോട്ടേജ്,
വിൻസ് പെട്രോളിയം കന്നമാമൂട്. ഇരുപത്തിനാലാം വിവാഹ വാർഷിക സ്തോത്രം സമർപ്പിച്ചിരിക്കുന്നത് സാം ഹൈഡകുമാർ ഷൈനി സാം. 28ാം വിവാഹ വാർഷിക സ്തോത്രം സമർപ്പിച്ചിരിക്കുന്നത് സെൽവരാജ് പുഷ്പലത ജിജി കോട്ടേജ്. പരീക്ഷകൾ പാസ്സായതോർത്ത് പ്രത്യേക സ്തോത്രങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് ദി സ്വിസ് സെൻട്രൽ സ്കൂൾ എള്ളുവിള. നല്ല വിജയം ലഭിച്ചതോർത്ത് സ്കൂളിന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ജിനോ BS വിരാലിവിള പളുകൽ 12ാം ക്ലാസ് പാസ്സായി. CBSE സിലബസിൽ 10ാം ക്ലാസ് വിജയിച്ചതോർത്ത് സ്തോത്രം കരയറ്റിയിരിക്കുന്നത് ബെൻസിൻ BS ഭവൻ. കൃപാഭവൻ ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി ഈ ദിവസം കാഴ്ചകൾ സമർപ്പിച്ചിരിക്കുന്നത് ഉദയം ടെക്സ്റ്റ് കാരക്കോണം, സാനുമോൻ വത്സല ഭവൻ, ജിംഷാൽ ജെ ജോസ് വത്സല ഭവൻ, ഡിവൈൻ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ പളുകൽ, ആഷിഖ് AJ ഭവൻ, സജീഷ് കുമാർ സജീഷ് ഭവൻ, പ്രഭിനയ് ബോസ് ആൻഡ് ഫാമിലി ജോ ലാൻഡ് കൃപാഭവൻ പദ്ധതിക്കായി കാണിക്കു വച്ചിരിക്കുന്നു. അജി ഗ്രേസ് ബിൽഡേഴ്സിൻ്റെ പേരിൽ പ്രത്യേക സ്തോത്രം സമർപ്പിച്ചിരിക്കുന്നു. ചർച്ച് ബിൽഡിംഗ് ഫണ്ടിലേക്ക് ഈ ദിവസം കാഴ്ചകൾ സമർപ്പിച്ചിരിക്കുന്നത് സർവശ്രീ പ്രഫുല്ലകുമാർ ആൻഡ് ഫാമിലി പ്രഫുല്ല ഭവൻ, EK ഓട്ടോ കൺസൾട്ടിംഗ് പരശുവയ്ക്കൽ. പെൻഷൻ സ്കീമിന് വേണ്ടി ഈ ദിവസം കാഴ്ച സമർപ്പിച്ചിരിക്കുന്നത് ശ്രീമതി തങ്കം സന്തോഷ് ഭവൻ പളുകൽ. പാലിയേറ്റീവ് കെയറിന് വേണ്ടി ജസ്റ്റിൻ ജയരാജ് ആൻഡ് ഫാമിലി പീസ് കോട്ടേജ്. പരേതരായ മാതാപിതാക്കളെ അനുസ്മരിച്ചുകൊണ്ട് 2 കുടുംബങ്ങളിൽ നിന്ന് കാഴ്ചകൾ സമർപ്പിച്ചിരിക്കുന്നു. പരേതരായ ജെയിംസ് ആൻഡ് സോഫിയാൽ കരിക്കാൽ വിളാകം, ചെല്ലച്ചി എന്നീ പ്രിയപ്പെട്ടവരെ ഓർത്ത് കുടുംബാംഗങ്ങൾ കാഴ്ചകൾ സമർപ്പിച്ചിരിക്കുന്നു. ഓർഗൻ ഫണ്ടിലേക്ക് ഈ ദിവസം കാഴ്ച സമർപ്പിച്ചിരിക്കുന്നത് ബെൽജിൻ P പ്രവീൺ നിവാസ്, ബെൽമൻ വിക്ടർ ആൻഡ് ഫാമിലി താമരക്കോട് ഹൗസ്, ജഫന്യ ജേസ് കാർമേൽ നിവാസ് എന്നിവർ ഓർഗൻ ഫണ്ടിലേക്ക് കാഴ്ചകൾ സമർപ്പിച്ചിരിക്കുന്നു. ബൈസെൻറ്റിനറി സെലിബ്രേഷൻസിന് വേണ്ടി ഈ ദിവസം കാഴ്ചകൾ സമർപ്പിച്ചിരിക്കുന്നത് സർവശ്രീ R ഡെയ്സി DT റേ, SU അജിഷ, AR സ്റ്റീയ, കെൻസ് A റോയി, നമ്പർ 1 മണീസ് കോട്ടേജ്, സുന്ദരി തുപ്പട്ട് വിളാകം, ധർമ്മരാജ് പേയോട്ടുകോണം, ലീല ജോണി ഭവൻ, ജസ്റ്റിൻ ജയരാജ് പീസ് കോട്ടേജ്, ജെയിൻ സിംഗ് പീസ് കോട്ടേജ്, ബാബുരാജ് ഡൈനാസ് വില്ല, സോമൻ ചൈതന്യ, സെലിൻ ദാസ് ഭവൻ, സെൽവരാജ് AMS നിവാസ്, ധർമ്മരാജ് ഹഡ്സൺ ഭവൻ മത്തമ്പാല എന്നിവർ പ്രത്യേക കാഴ്ചകൾ സമർപ്പിച്ചിരിക്കുന്നു. നമുക്ക് കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹങ്ങളാലും നന്മകളാലും നിറച്ച് ആശ്വാസമുള്ള വഴികളിൽ ഞങ്ങളെ കാത്തിരിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പകർന്ന് സമാധാനപൂർവ്വം ജീവിക്കുവാനും ദൈവസന്നിധിയിൽ ഒരുമിച്ചിരുന്ന് ആരാധിക്കുവാനും അനുഗ്രഹമാർന്ന നന്മകളെ അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, മാസവരി സ്തോത്രം ഓരോ മാസവും പ്രാർത്ഥനയോടെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഇവരുടെ മേൽ പകരണമേ. പുതിയ വയസ്സുകളിലേക്ക് പ്രവേശിച്ച ഞങ്ങളുടെ പ്രിയ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 1 വർഷം കൂടെ ഈ ലോകത്ത് ജീവിക്കുവാൻ, ജീവിതത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിക്കുവാൻ, കഷ്ടപ്പാടിൻ്റെ കാലങ്ങളിൽ കൈവിടാത്തൊരു ദൈവം കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ ഒരുപാട് സമയങ്ങളിൽ ഓർമ്മിച്ച ദിവസങ്ങളാണ്. ഈ ദിവസം
ജന്മദിന സ്തോത്ര വഴിപാടുകൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ദൈവസന്നിധിയിൽ ഞങ്ങൾ ഓർക്കുകയും അവരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പൂവർ ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേക കാഴ്ചകളും നേർച്ചകളും സമർപ്പിച്ചിരിക്കുന്നവരെ ഓർത്ത് അനേക അമ്മമാർക്കും പിതാക്കന്മാർക്കും അതൊരനുഗ്രഹമായി പങ്കുവയ്ക്കുവാൻ ദൈവം സഹായിക്കണമേ. കഴിഞ്ഞ 200 വർഷമായി ഞങ്ങളുടെ ആലയത്തെ ദൈവം കാത്തു അനുഗ്രഹമായിട്ട് ദൈവം വഴി നടത്തി. ഈ 200-ാം വാർഷികാഘോഷങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഓരോ ഞായറാഴ്ചകളിലും കുടുംബമായി വ്യക്തിപരമായി സ്ഥാപനങ്ങളുടെ പേരിൽ കാഴ്ചകൾ സമർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയമായവരുടെ മേൽ അവിടുത്തെ കൃപ പകർന്ന് ആരോഗ്യത്തോടും അനുഗ്രഹത്തോടും ദൈവസന്നിധിയിൽ നന്ദിയോടും സ്തോത്രത്തോടും കൂടെ നിൽക്കുവാൻ സ്വർഗമേ അങ്ങ് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങളെ ഓർക്കാനും നിർധനരായ ആവശ്യങ്ങളിലും അത്യാവശ്യങ്ങളിലും ഇരിക്കുന്ന രോഗികളെ സഹായിക്കുവാൻ കാഴ്ചയോടെ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാഴ്ചകൾ സമർപ്പിച്ച എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ പകർന്ന് ആരോഗ്യത്തോടും അനുഗ്രഹത്തോടും ദൈവം കാത്തുകൊള്ളണമേ. സാധുക്കളായ ആളുകൾക്ക് വേണ്ടി വീടുകൾ വെച്ച് നൽകുവാൻ ഞങ്ങൾ സ്ഥലം വാങ്ങിയിരിക്കുന്നു. അവിടെ ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഓരോ ഞായറാഴ്ചകളും കാഴ്ചകൾ സമർപ്പിച്ചിരിക്കുന്നവരെ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഓർക്കുകയും അവരുടെ അനുഗ്രഹത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരീക്ഷകളിൽ വിജയം നേടിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും സ്ഥാപനങ്ങളെയും ഞങ്ങൾ ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ പകരുകയും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ തുടർ വളർച്ചയിൽ അനുഗ്രഹമായിട്ട് ദൈവം വഴി നടത്തി അവരെ അത്ഭുതകരമായിട്ട് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരേതരായ അമ്മമാരെയും പിതാവിനെയും ഓർത്ത് കുടുംബാംഗങ്ങൾ അവരോടുള്ള ബഹുമാനാർത്ഥം അർപ്പിച്ചിരിക്കുന്ന ഈ കാഴ്ചകളിൽ ദൈവത്തിൻ്റെ കൃപ പകർന്ന് അനുഗ്രഹത്തോടെ ദൈവം വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വ്യക്തിപരമായി സ്ഥാപനങ്ങളുടെ പേരിൽ കാഴ്ചകൾ സമർപ്പിച്ച ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയും കാവലും പകർന്ന് ആരോഗ്യത്തോടെ ദൈവം കാത്തുകൊള്ളണമേ. സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന മകനെയും കുടുംബത്തെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തിൻ്റെ കരുതലും കാവലും കൂടെ ഇരുന്ന് അനുഗ്രഹമായിട്ട് ദൈവം അവരെ വഴി നടത്തണമേ. പ്രത്യേക പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ട കുടുംബങ്ങളെ ഞങ്ങൾ ഓർമ്മിക്കുന്നു. അവരുടെ സങ്കടങ്ങളും വേദനകളും ദൈവം അറിയുന്നല്ലോ. ദൈവാശ്രയത്തോടുകൂടെ അവർ ഈ ദിവസങ്ങളിലായിരിക്കട്ടെ. കർത്താവെ, കഠിനമായ ശാരീരിക രോഗങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ വേണ്ടി കുടുംബമായിട്ട് പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ ഓർക്കുകയാണ്. എല്ലാവരുടെ അനുഗ്രഹത്തിനായും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രസവ ശുശ്രൂഷ കഴിഞ്ഞ് പൈതലുമായിട്ട് ആലയത്തിലേക്ക് വന്നിരിക്കുന്ന കുടുംബത്തിനായി സ്തോത്രം. അവരെ അനുഗ്രഹിക്കണമേ, അവരെ ആശീർവദിക്കണമേ. നാളെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മകളെ ഞങ്ങൾ ഓർക്കുന്നു. ആ കുടുംബത്തിനു വേണ്ടി അനുഗ്രഹങ്ങൾക്കായി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രസവ ശുശ്രൂഷകൾക്കായി പോകാനൊരുങ്ങുന്ന പ്രിയങ്ക ഷൈനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോടും അനുഗ്രഹത്തോടും ഒരു തലമുറയെ നൽകി അവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ. ഈ വലിയ നന്മകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയും കാവലും പകർന്ന് ആരോഗ്യത്തോടും അനുഗ്രഹത്തോടും കാത്തുകൊള്ളണമേ. പഠനത്തിനു വേണ്ടി പോകാനൊരുങ്ങുന്ന മകനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ പഠന കാലഘട്ടം അനുഗ്രഹമായി തീരുവാൻ, അകലെ നിന്ന് പഠിക്കുമ്പോൾ ഒരു തരത്തിലുള്ള വിഷമതകളും വരാതെ പ്രിയപ്പെട്ട കുഞ്ഞിനെ നീ കാക്കുകയും അത്ഭുതകരമായിട്ട് അവനെ അനുഗ്രഹിച്ച് അയക്കുകയും ചെയ്യണമേ. സകല മഹത്വവും ഞങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. പ്രിയ കുടുംബം, ഈ സമയത്ത് മുൻപോട്ട് വരണം.
നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങൾക്കും കാരണഭൂതനായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ പ്രിയ മക്കൾ ജയ് ഗോൾഡനും അൻഷിമോൾക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിച്ച് കുടുംബജീവിതം നയിക്കാൻ അവിടുന്ന് അനുവാദം നൽകിയിരിക്കുന്നുവല്ലോ. സ്നേഹത്തിൻ്റെ വിശുദ്ധമായ ഉടമ്പടിയിലൂടെ അങ്ങയുടെ മക്കൾ ഒന്നിച്ചു ചേർക്കപ്പെട്ടു. അവരുടെ കുടുംബജീവിതത്തിൽ സർവശക്തൻ്റെ നടത്തിപ്പ് ഇതുവരെയും നൽകിയതിനാൽ സ്തോത്രം. കർത്താവെ, അങ്ങയുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും തലമുറകളെ നൽകി മാനിക്കുകയും ചെയ്തുവല്ലോ. രണ്ടാമതൊരു കുഞ്ഞിനെ കൂടെ ദാനമായി നൽകുകയും ഇന്ന് ഈ വിശുദ്ധ ദിവസം ഈ അൾത്താരയ്ക്ക് മുന്നിലേക്ക് കുഞ്ഞു പൈതലുമായി എത്തിച്ചേരുന്നതിന് അങ്ങയുടെ മക്കളെ ശക്തീകരിച്ചതിനാൽ സ്തോത്രം. കുഞ്ഞു മകൾക്കായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ജനിച്ച നിമിഷം മുതൽ ഇന്നയോളം കാത്തു. ഇനിയുള്ള നാളുകളിലെല്ലാം ദൈവത്തിൻ്റെ പരിപാലനം ഈ കുഞ്ഞു മകൾക്ക് അവകാശമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നൊരു ജീവിതം ഈ പൈതലിനായി ഒരുക്കണമേ. ജ്ഞാനമോടെ, വിവേകമോടെ, ദൈവഭയത്തോടെ, ശരിയായ വിശ്വാസത്തോടെ വളർന്ന് ശോഭിക്കട്ടെ. ഈ സഭ കുഞ്ഞിനുമേലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കട്ടെ. കുടുംബം കുഞ്ഞിനെ ശ്രദ്ധയോടെ പരിപാലിക്കട്ടെ. ദൈവഭയത്തിലും ദൈവവഴിയിലും ഈ കുഞ്ഞു വളരുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും ജാഗ്രതയോടെ ആയിരിക്കാൻ കൃപ നൽകിയാലും പൈതലിനെ ദീർഘായുസോടെ ആരോഗ്യത്തോടെ കാത്തുകൊണ്ടാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ ആഴ്ച പുതിയ വയസ്സുകളിലേക്ക് പ്രവേശിക്കുന്നവരുടെ പേര് വിവരം വായിക്കുന്നു. സർവശ്രീ ലത അമ്പലച്ചിറ, അപ്പു പ്ലാങ്കാലത്തട്ട്, ഷൈൻ പ്ലാങ്കാലത്തട്ട്, ഷിനി ഏഞ്ചൽ ഗാർഡൻ, സന്തോഷ് കുമാർ പളുകൽ, സന്തോഷ് കുമാർ ഗ്രേസ് നിവാസ്, ആശ SS ഏതൻ വില്ല, ജബരാജ് സി കർമ്മേൽ നിവാസ്, ക്രിസ്തുദാസ് മരുതംവിള, MC രാജ് ഇടക്കാട്ടുവിള, കെർസിബായി സിയോൻ ഹോം, അമല ഉഷ ഇല്ലം, സാം ജസ്റ്റിൻ JM ജസ്റ്റിൻ കോട്ടേജ്, EK ഡയസ് AA ഭവൻ, ദേവരാജ് നല്ലുവിള, ചിന്താമണി കല്ലുവിള പുത്തൻവീട്, സെൽവം വിരാലിവിള, സരോജം മരുതംവിള, അനിതകുമാരി തെറ്റിക്കുഴി, കലകുമാരി PJ കോട്ടേജ്, ജയ തൊണ്ടാൻവിള, SB ഷാബു മത്തമ്പാല, T ബിനു തെറ്റിക്കുഴി പുത്തൻവീട്, ലീന ജാസ്മിൻ സതീഷ് ഭവൻ, ജെഫി റോയ് VS റോയ് ഭവൻ, RT റിയ DR ഭവൻ കാരക്കോണം, BS ബിജു BS ഭവൻ, സത്യരാജ് കീഴ്വിളാകം, ഓം പ്രകാശ് തൊണ്ടാംവിള, SA ആഷ്ന പിൽഗ്രിംസ് കോട്ടേജ്, ബിബിഷ പെരുമ്പ്രാമ്പിള, ജോൺസൺ മുഴങ്ങ്, പുഷ്പലത വിരാലിവിള, നളിനി ജിഷ ഭവൻ, AS അനശ്വര ലാവൻഡേഴ്സ്, ബേബി മേബൽ JPA ഭവൻ, EK ബോസ് EK ഭവൻ, AR ആഡ്വിൻ VR ഭവൻ, മെറീന ജേക്കബ് മേലെവിള, ആലിയ കീഴ്വിളാകം, ലീലാബായി ഗലീലി ബംഗ്ലാവ്, N ജസ്റ്റസ് ജിജിൻ ഭവൻ, അനിതാശാലി കുമാർ കോട്ടേജ്, രാജേഷ് പ്ലാങ്കാലത്തട്ട്, മെഫിന സാം മിഥുൻ ഭവൻ, M ദേവരാജ് നല്ലുവിള, സിൽവി DS ഭവൻ, ലത സത്യദാസ് സത്യഭവൻ,
പ്ലാങ്കാലത്തട്ട്, ഷീജ പളുകൽ, സുനിജ വേലായുധ ഭവൻ, സൈറസ് വില്ലിംഗ്ടൺ മടവിളാകം, റിസ്കോ ഭവൻ, SR ഷാജി SR ജിഷ S അർജുൻ ശോഭ കോട്ടേജ്, വിജയരാജ് വിരാലിവിള, N കനകരാജ് വടക്കേത്തോട്ടം, ശൈലകുമാരി പെരുമ്പ്രാവിള, രാജേഷ് വിരാലിവിള, D അജി നല്ലുവിള, K ധർമ്മരാജ് പെരുമ്പ്രാവിള, C ഗ്ലോറി സുമി ഭവൻ, D എഡിസൺ കിഴക്കേക്കര, നവോമി പെരുമ്പ്രാവിള, VK അജി KV ഭവൻ കിഴക്കേക്കര, ബീന കുഴിവിള, സാജൻ ജോസ് ഗലീലി ബംഗ്ലാവ്, G നിർമ്മല വിരാലിവിള, ബെൻസാം പൂന്തോട്ടം, ജനിഷ പൂമംഗലം, വിജയബാബു വിജയ ഭവൻ തെറ്റിക്കുഴി. ഈ പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും സഭയുടെ പേരിലുള്ള ജന്മദിന ആശംസകളും അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും നേരുന്നു. ഈ പുതിയ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹവും സന്തോഷവുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പൊതുവായ 1-2 പരസ്യങ്ങൾ. ഇപ്പോൾ അഡ്മിഷന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ അന്വേഷിക്കുന്ന സമയങ്ങളാണ്. എൻജിനീയറിങ്ങിനും അതുപോലെ തന്നെ നിയമ പഠനങ്ങൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള എൻജിനീയറിംഗ് കോളേജിലും ലോ കോളേജിലും നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. സീറ്റുകൾ ലഭ്യമാണ്. അതിന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ അന്വേഷിച്ചാൽ അതിൻ്റെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ വർഷവും നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. അടുത്ത ജൂൺ മാസം 1-ാമത്തെ ഞായറാഴ്ച 2-ാം തീയതിയാണ്. അന്ന് ഈ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പേന, നോട്ട്ബുക്ക് എന്നിവയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ ഒരു സംഭാവന കഴിയുന്നതും വേഗം അടുത്ത ഞായറാഴ്ചയോ അതിനു മുൻപോ സഭാ സെക്രട്ടറിയെ ഏൽപ്പിച്ചാൽ അത് സൗകര്യപ്രദമായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു പെർഫോമ തയ്യാറാക്കിയിട്ടുണ്ട്. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അത് ലഭിക്കും. താല്പര്യമുള്ളവർ അത് പൂരിപ്പിച്ച് അടുത്ത ഞായറാഴ്ച വൈകുന്നതിന് മുൻപ് ചർച്ച് സെക്രട്ടറിയെ ഏൽപ്പിക്കാനായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബുക്കുകളൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് ബുക്ക് ഈ ആവശ്യത്തിന് വേണ്ടി കൂടെ സംഭാവന ചെയ്യാൻ നിങ്ങൾ മനസ്സ് വയ്ക്കും എന്ന് പ്രാർത്ഥനയോടെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. യുവജന സംഘടനയുടെ സഭാതല കലാമത്സരം അടുത്ത ഞായറാഴ്ച ആരാധനയോടനുബന്ധിച്ച് നടത്തുന്നതാണ്. യുവജന സംഘടനയിലെ അംഗങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങേണ്ടതാണ്. അടുത്ത ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ സൺഡേ സ്കൂളിൻ്റെ നേതൃത്വത്തിലുള്ള സങ്കീർത്തന വർണ്ണോത്സവം എന്ന പരിപാടി നഴ്സറി മുതൽ സബ് ജൂനിയർ വരെയുള്ള കുഞ്ഞുങ്ങൾക്കായിട്ടത് സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ വിശദ വിവരങ്ങൾ സൺഡേ സ്കൂൾ സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. അടുത്ത 26-ാം തീയതി മുതൽ 29-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ യുവജന സംഘടനയായി ഒരു വിനോദയാത്ര ക്രമീകരിച്ചിരിക്കുന്നു. പോകാൻ ഒരുങ്ങുന്ന ആളുകൾ അതിൻ്റെ ക്രമീകരണങ്ങളിൽ സഹകരിക്കേണ്ടതാണ്. അടുത്ത വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിക്ക് ആരാധന ഉണ്ടായിരിക്കും. ആരാധനയിൽ പ്രാർത്ഥനയോടെ പങ്കുചേരാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ മാസം ബോക്സ് കളക്ഷന് വേണ്ടി സൗകര്യപ്രദമായിട്ട് വരുന്നതാണ്. താല്പര്യമായിട്ട് നിങ്ങളുടെ കരുതലും കൈത്താങ്ങലും ഈ ആവശ്യങ്ങളിൽ ഉണ്ടാകണം എന്ന് സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. എല്ലാവർക്കും നന്മയുള്ള ദിവസങ്ങൾ ദൈവനാമത്തിൽ ആശംസിക്കുന്നു. പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ജീവിക്കാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ആത്മീയ ഗാനങ്ങളിൽ 23-ാമത്തെ പാട്ട് എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് നമുക്ക് പാടി വചനധ്യാനത്തിനായിട്ട് ഒരുങ്ങാം. ആത്മീയ ഗാനങ്ങളിൽ 23-ാമത്തെ പാട്ട്.
കരുണാസമ്പന്നനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയച്ച് ഞങ്ങൾ ഓരോരുത്തരുടെ മേലും കൃപയാൽ ചൈതന്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെയും സഭയെയും അനുഗ്രഹമായിട്ട് ദൈവം കാക്കണം. വായിച്ചു കേട്ട ദൈവവചനങ്ങൾ ഓരോന്നും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരുവാൻ സഹായിക്കണം. സകല മഹത്വവും ദൈവത്തിന് സമർപ്പിക്കുന്നു. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളെല്ലാവരുടെ ഹൃദയത്തിലെ ചിന്തകളും ഞങ്ങൾക്കൊരുപോലെ അനുഗ്രഹമാക്കി തീർക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള എല്ലാ ഞായറാഴ്ചകളിലും പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷപ്പെടലുകളെക്കുറിച്ചും മനുഷ്യരോട് ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ചുമാണ് വളരെ സവിസ്തരമായിട്ട് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സമ്പൂർണ്ണ അഭിഷേകം നടക്കുന്ന ഒരു ദിവസത്തെ അനുസ്മരിക്കുന്ന ഒരു ആരാധനയാണ്. പെന്തക്കോസ്ത് ദിനം എന്ന് പൊതുവെ സഭ വിശ്വസിക്കുകയും ഭയന്നിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ ദൈവത്തിൻ്റെ കൃപയും ശക്തിയും വ്യാപരിച്ച് എല്ലാ നിർജീവമായ പ്രാണികളെയും സസ്യങ്ങളെയും ജീവിതങ്ങളെയും ചലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മൾ ഓർമ്മിക്കുന്നത്. 3 തരത്തിലുള്ള അറിവുകളോടും അനുഭവങ്ങളോടും കൂടെയാണ് ഈ ദിവസത്തെ നമ്മൾ അനുസ്മരിക്കുന്നത്. വാരോത്സവമെന്നും പെന്തക്കോസ്ത് എന്നറിയപ്പെടുന്ന 50-ാം ദിവസം, അതുകൊണ്ട് പെസഹ കഴിഞ്ഞു വരുന്ന ഈ 50-ാമത്തെ ദിവസത്തെ പെന്തക്കോസ്ത് എന്ന വാക്കുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കൊയ്ത്ത് പെരുന്നാളിനോടും ആദ്യഫല സമർപ്പണ ദിവസത്തോടും ഒക്കെ ചേർത്ത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആഘോഷമയമായ ഒരു ദിവസമാണ് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. യഹൂദ്യ ഉത്സവമായ പെന്തക്കോസ്ത് ക്രൈസ്തവമായി തീർന്നതിൻ്റെ ഏറ്റവും ശക്തമായ ഒരു വെളിപ്പെടുത്തലാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ തുടക്കവും ആ സഭയുടെ മേൽ ഭയന്ന് പേടിച്ചിരുന്ന ശിഷ്യന്മാരെ ആത്മാവിൽ നിറച്ച് ഊർജമുള്ളവരാക്കി എഴുന്നേൽപ്പിക്കുകയും ചെയ്ത ഒരു പ്രത്യേക ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ പെന്തക്കോസ്ത് ഞായർ എന്നതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളിലും വളരെ അനുഗ്രഹമായ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കാനായി കഴിയുന്നത്. ചില പ്രത്യേക സഭാവിഭാഗങ്ങൾ ജ്ഞാനസ്നാനത്തിന് ഈ ദിവസത്തെ വേർതിരിച്ചിട്ടുണ്ട്. അന്ന് വെള്ളവസ്ത്രം ധരിച്ച് എല്ലാവരും പള്ളിയിൽ വരികയും അതുകൊണ്ട് തന്നെ ഇതൊരു വൈറ്റ് സൺഡേ, ശുഭ്ര ഞായർ എന്ന പേരിൽ അറിയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം നാം ഒരുപാട് പ്രാവശ്യം, ഒരു വർഷത്തിൽ എനിക്ക് തോന്നുന്നു 3-4 ഞായറാഴ്ചകളിൽ നമ്മൾ ആവർത്തിച്ച് വായിക്കുന്ന ഒരു വേദഭാഗമാണ്. അവിടെ പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറഞ്ഞു. അഗ്നിജ്വാലകളെപ്പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഈ ആളുകൾക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരും അവരവരുടെ ഭാഷകളിൽ സംസാരിച്ച് തുടങ്ങുകയാണ്. അവിടെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന, വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും വന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അവിടെ തന്നെ പറയുന്നത് 17-ലധികം ഈ വിഭാഗങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായം പറയുന്നത്. പർഥരുണ്ട്, മേദ്യരുണ്ട്, ഏലാമ്യരുണ്ട്, മെസ്സപ്പൊത്താമിയയിലും യഹൂദ്യയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസിയയിലും ഏഷ്യയിലും പൃഗ്യയിലും പമ്പുല്യയിലും മിസ്രൈമിലും ലിബ്യ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, റോമിൽ നിന്ന് വന്നു പാർക്കുന്നവർ, യഹൂദന്മാർ,
യഹൂദ മതാനുസാരികൾ, ക്രൈത്യർ, അറബികൾ തുടങ്ങി ഒരു തരത്തിലും അന്യോന്യം മനസ്സിലാകാൻ കഴിയാത്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെല്ലാം ഒരുമിച്ചിരിക്കുമ്പോൾ അവരവരുടെ ഭാഷകളിൽ അവർക്കെല്ലാം മനസ്സിലാക്കുവാൻ കഴിയുന്ന ശക്തിയും നവജീവനും ധൈര്യവും ഉള്ളവരായി അവർ എഴുന്നേൽക്കുന്നു എന്നതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. യേശുവിൻ്റെ ആത്മാവ് തങ്ങളിൽ ഓരോരുത്തരിലുമുണ്ട് എന്ന് അവർ ബോധ്യപ്പെടുകയാണ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരും എന്ന് പറഞ്ഞ വാക്ക് ഒരു പുതിയ ശക്തിയോടെ ഇവർക്ക് ബോധ്യപ്പെടുകയാണ്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിൽ വരികയില്ല. ഈ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലും സാന്നിധ്യവും എല്ലാ മനുഷ്യരുടെ ജീവിതങ്ങളിലും അനുഭവമായി തീരുകയാണ്. 2 വേദപുസ്തക ഭാഗങ്ങൾ ഇതിനോട് സമാനമായി നമ്മൾ ഓർക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ഒരേ ഭാഷ സംസാരിച്ചിരുന്ന ആളുകൾ അവർക്ക് അവരവരുടെ ഭാഷയിൽ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവർ ചിതറിപ്പോകുന്ന ഒരു അനുഭവമാണ് ബാബേൽ ഗോപുര നിർമ്മാണം. ഈ ബാബേൽ ഗോപുര നിർമ്മാണത്തിൽ ശിഥിലമായി ചിതറിപ്പോയ ആളുകളുടെ ഏകീകരണം ഒരു സഭയുടെ ശക്തിയായി തിരിച്ചു വരുമ്പോൾ പുതിയ നിയമത്തിൽ അതൊരു അനുഭവമായി മാറുകയാണ്. പലപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പരാജയപ്പെടുന്ന ഒരു ലോകത്തിലാണ്. അതൊരു സംവിധാനത്തിലോ സമൂഹത്തിലോ കുടുംബത്തിലോ ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമുക്ക് പരസ്പരം പറയുന്നതിൽ എവിടെയൊക്കെയോ അകലങ്ങൾ നിൽക്കുകയാണ്. പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ലാതെ ആളുകൾ മാറ്റപ്പെടുകയാണ്. ഇപ്പോൾ കുടുംബത്തിനകത്ത് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം നമ്മൾ അറിഞ്ഞോ അറിയാതെ പറയുകയാണ്, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലേ, ഞാൻ അതല്ലേ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പരസ്പരം പറയുന്നൊരു പ്രസ്താവന നമ്മുടെ സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ എല്ലാം മനസ്സിലാകും എന്ന് പറയുമ്പോഴും ഒന്നും മനസ്സിലാകാത്തൊരു ലോകത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതും ഓർക്കുന്നതും. അതുകൊണ്ട് ചിതറിപ്പോയ, വ്യത്യസ്തതകളിലേക്ക് മാറ്റപ്പെട്ടു പോയ ആളുകളുടെ ഒരു പുനരേകീകരണമാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ദിവസത്തിൽ, ഈ പെന്തക്കോസ്ത് ദിവസത്തിൽ പുതിയ നിയമത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ചില അനുഭവങ്ങളാണ് അവർക്ക് ബോധ്യപ്പെട്ടത്. ഒന്ന്, ഒരുമിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് അവരുടെ ശക്തി ബോധ്യമാവുകയാണ്. ഭൂമിയുടെ അറ്റത്തോളം പോയി ദൈവത്തിൻ്റെ സാക്ഷികളാകുവാൻ അവർ ശക്തിയോടുകൂടെ എഴുന്നേൽക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ നടത്തിപ്പുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് അവരെ നയിക്കുന്ന നായകനായി മാറുകയാണ്. ഉദാഹരണത്തിന്, എത്യോപ്യക്കാരനായ ഷണ്ണനോട് സുവിശേഷം പറയുവാൻ ഫിലിപ്പോസിനുണ്ടായ ആത്മനിയോഗം ആഫ്രിക്കയിലെ ശക്തമായ സുവിശേഷീകരണത്തിന് കാരണമായി തീർന്നു എന്നതാണ്. 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, റോമൻ പട്ടാളക്കാരോട് സുവിശേഷം അറിയിക്കുവാൻ പത്രോസിന് ലഭിച്ച ക്ഷണം പുറജാതിക്കാരുടെ അരികിൽ സുവിശേഷം എത്തിക്കുവാൻ കാരണമായി തീർന്നു എന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവരെ അധികമായി നിയന്ത്രിക്കുകയും എല്ലാ വിശ്വാസികൾക്കും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് ആവശ്യമായിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയാണ്. അനുസരിക്കുന്തോറും അധികമധികം തെളിവാകുകയും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ അനുഗ്രഹമായി പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം ജീവിതത്തിലും സ്വഭാവത്തിലും വലിയ രൂപാന്തരങ്ങളുണ്ടായി എന്നതാണ്. പത്രോസ് വളരെ ദ്രുതഗതിക്കാരനായിരുന്നു, വേഗതയുള്ള ഒരു മനുഷ്യനായിരുന്നു. സെബദി മക്കൾ വാശിയും വൈരാഗ്യവും ഉള്ളവരായി തീർന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് ഏറ്റവും പാകതയും പക്വതയുമുള്ള ഒരു നല്ല നേതാവായി മാറുകയാണ്.
യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി മാറുകയാണ്. യാക്കോബ് യേശുവിനു വേണ്ടി രക്തസാക്ഷിയാകുവാൻ തയ്യാറായി. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയ ജയവുമൊക്കെ ഈ അഭിഷേകം പ്രാപിച്ച ആളുകൾക്ക് ഒരനുകൂല ഘടകമായി മാറിയെന്ന് വേദപുസ്തകം പറയുകയാണ്. അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ധ്യാന ഭാഗം, പരിശുദ്ധാത്മാവേ വന്ന് ഞങ്ങളെ പുതുക്കണമേ, കം ഹോളി സ്പിരിറ്റ് റിന്യൂ അസ്, ഞങ്ങളെ പുതുക്കണമേ. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഈ വിഷയം വ്യത്യസ്ത നിലകളിൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ, ഞങ്ങളെ സൗഖ്യമാക്കണമേ, ഞങ്ങളെ അഭിഷേകമുള്ളവരാക്കി തീർക്കണമേ, ഞങ്ങളെ നവീകരിക്കണമേ എന്ന് ഈ വർഷത്തെ ധ്യാനത്തിൽ നിൽക്കുകയാണ്. 1991 കാൻബറയിൽ നടന്ന അഖില ലോക സഭാ കൗൺസിലാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ലോകത്തിനുള്ള സംശയ നിവാരണത്തിനു വേണ്ടിയും സഭയിലൂടെ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവ് ആരുടെയും സ്വകാര്യ സ്വത്തുക്കളോ ആരുടെയും അവകാശമായി കൈവശം വയ്ക്കാൻ കഴിയുന്നതോ അല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു പഠന പ്രക്രിയ ആരംഭിക്കുവാൻ കാരണമായത്. ഈ 90കളിൽ ആരംഭിച്ച ഈ പരിശുദ്ധാത്മാവിൻ്റെ പഠനവും പരിശ്രമങ്ങളും പ്രാപിക്കലും അനുഭവവും ഒക്കെ ഓരോ ജീവിതത്തിലും വ്യത്യസ്തമായ നിലകളിലാണ് നമ്മൾ അനുഭവമായി ബോധ്യപ്പെടേണ്ടത്. 1-2 സാധാരണ സംഭവങ്ങളും അനുഭവങ്ങളും പങ്കുവച്ച് ഈ ധ്യാനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ പരിശുദ്ധാത്മാവ് വന്ന് എന്നെ രൂപാന്തരപ്പെടുത്തുമ്പോൾ എനിക്കുണ്ടാകേണ്ട ചില വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കും ഒരേ പ്രകാരം ജീവിക്കുന്നവരാണ്. ഒരു മാറ്റവും ഒരു കാര്യത്തിനും നമ്മളാരും സമ്മതിച്ചു കൊടുക്കുന്നവരല്ല. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നാം ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന ഒരനുഗ്രഹം ഏറ്റവും വലിയ നന്മയായി നിൽക്കുവാൻ കാരണമായി തീരുകയാണ്. ഒരു കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞ് ദൈവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു സഭയുടെ പ്രാർത്ഥനയുടെ മുൻപാകെ നിന്ന് പുരോഹിതന് കുഞ്ഞിനെ കൈകളിലേന്തി ദൈവാലയത്തിൽ സമർപ്പിക്കുകയാണ്. അതൊരു പുരോഹിതൻ്റെ മഹിമയോ പദവിയോ അല്ല. ഒരു സഭ ഒരുമിച്ച് ഒരു കുഞ്ഞിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിനയപ്പെടുത്തി കൊടുക്കുന്ന ഒരു നിമിഷമാണ്. അത് കഴിഞ്ഞ് ഈ കുഞ്ഞിന് ചില മാസങ്ങൾ കഴിയുമ്പോൾ ജ്ഞാനസ്നാനം കൊടുക്കും. ഈ ജ്ഞാനസ്നാനം കൊടുക്കുമ്പോഴും കുഞ്ഞിനു വേണ്ടി മാതാപിതാക്കൾ സഭയുടെ മുൻപാകെ കുഞ്ഞിനു വേണ്ടി ഏറ്റുപറയുന്ന പ്രതിജ്ഞകളിലൂടെ കുഞ്ഞിൻ്റെ മേൽ ഈ പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കുന്ന ജലം തളിച്ച് ഈ കുഞ്ഞിനെ പരിശുദ്ധാത്മാഭിഷേകത്തിനു വേണ്ടി നമ്മൾ വേർതിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 12 15 ഒക്കെ വയസ്സാകുമ്പോൾ അവൻ സ്ഥിരീകരണത്തിന് വേണ്ടി അവനെ പഠിപ്പിച്ച് സൺഡേ സ്കൂളിലൂടെ ഒരുക്കുകയാണ്. അങ്ങനെ ഒരുക്കി അവനെ സ്ഥിരീകരണത്തിന് വേണ്ടി നിർത്തുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രസിദ്ധമായ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഈ കുഞ്ഞിൻ്റെ മേൽ ഒരു സമൂഹം മുഴുവനും അനുഭവിച്ച് ആസ്വദിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവന് നൽകപ്പെടുന്നൊരു വിശ്വാസ അനുഭവമുണ്ട്. ഈ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ വളരെ അത്ഭുതകരമായ നന്മകൾ കൊണ്ട് സർവശക്തനായ ദൈവം ഒരു കുഞ്ഞിനെ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ അവന് വളരാനും ഉയരാനും സംരക്ഷിക്കപ്പെടാനും കാരണമായി തീരുകയാണ്. പിന്നെയും നമ്മൾ പല സന്ദർഭങ്ങളിലായിട്ട് അൾത്താരയിൽ മുഴങ്കാലുകളെ മടക്കുമ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലും കൺവെൻഷൻ യോഗങ്ങൾ നടക്കുമ്പോഴും ഓരോ വിശുദ്ധ ആരാധനയിലൂടെയും ജനങ്ങളുടെ മേൽ പകരുന്ന ആത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ബോധവാന്മാരാകുകയാണ്. പുരോഹിത ശുശ്രൂഷയിലേക്ക് സ്വീകരിക്കപ്പെടുന്ന ഓർഡിനേഷൻ സർവീസിലും
ബിഷപ്പന്മാരെ മേൽപ്പട്ടത്വ സ്ഥാനത്തിലേക്ക് സ്വീകരിക്കുന്ന കോൺസിക്രേഷൻ വർഷിപ്പിലും വളരെ ശക്തമായ 2 പ്രാർത്ഥനകളാണ് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു വ്യക്തിയുടെ തലയിൽ കൈവച്ച് ഒരു സഭ മുഴുവനും ഉണർവോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ സഭയിലൂടെ പകർന്നു നൽകുന്ന, ആ സഭയിലൂടെ പങ്കുവയ്ക്കപ്പെടുന്ന, ആ സഭയിലൂടെ സ്വീകരിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ഒരു വ്യക്തി പിന്നെ വളരുകയും ഉയരുകയും ചെയ്യുന്നത്. 1992 ഞാൻ ഓർഡിനേഷൻ സ്വീകരിച്ചത്. എൻ്റെ ഓർഡിനേഷൻ റിട്രീറ്റ് 3 ദിവസമുണ്ടായിരുന്നു. ഈ 3 ദിവസത്തിൽ അഭിവന്യ സാമുവൽ അമൃതൻ തിരുമേനി ഒരു ദിവസം ഞങ്ങളോടൊപ്പം സ്റ്റേ ചെയ്ത് ഈ പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ചാണ് ഞങ്ങളെ പഠിപ്പിച്ചതും ഓർമ്മപ്പെടുത്തിയതും. നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥനായോ നിങ്ങൾ ഒരു ചുമതലപ്പെട്ട ഒരു വ്യക്തിയായി നിയമിക്കപ്പെടുകയല്ല. എവിടെയാണോ ദൈവം നിങ്ങളെ നിയോഗിക്കുന്നത് ആ സ്ഥലത്ത് നിങ്ങൾ അധികാരത്തോടും അവകാശത്തോടും യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടവരാണ്. അത് വ്യക്തിയുടെ മുൻപിലോ ഒരു സമൂഹത്തിൻ്റെ മുൻപിലോ അല്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ ദൈവനാമത്തിൽ നീ എഴുന്നേറ്റ് നിൽക്കണം. ഈ ലോകത്തെ നീ ഭയപ്പെടേണ്ടതില്ല. കാരണം ഭയന്നിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ അരികിൽ എത്തിയ യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം എന്ന് ഓർക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഓർഡിനേഷൻ കിട്ടിയ ആളുകളൊക്കെ വർഷത്തിലൊരു ദിവസം ഈ പ്രത്യേക പ്രതിജ്ഞകൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു പതിവുണ്ട്. ആ പതിവുകളിലും ഓരോ രാത്രികളിലും ഈ അഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും നിറവും ഇല്ലാതെ ഒരു മനുഷ്യനും ഈ ലോകത്ത് നിൽക്കുവാൻ കഴിയുകയില്ല. അധികാരത്തിൻ്റെ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കാനല്ല, പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തോടെ നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞ അതേ വാക്ക് പറയാനുള്ളത് ദൈവം നിൻ്റെ വായിൽ ഉണർത്തിക്കും. പ്രവർത്തിക്കേണ്ടതിന് നിൻ്റെ ശരീരത്തെ ദൈവം ഒരുക്കും. അങ്ങനെ ഒരുക്കുന്ന ഒരു പ്രക്രിയയിൽ നീ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു സമൂഹത്തിൻ്റെ മധ്യേ എഴുന്നേറ്റ് നിൽക്കുവാൻ നിനക്ക് പ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സ്വകാര്യമായ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ചിലതൊക്കെ സ്ഥാനം തെറ്റിക്കഴിഞ്ഞാൽ അത് വളരെ വെറുപ്പുള്ള, വളരെ മോശമായ ഒന്നായി മാറ്റപ്പെടുകയാണ്. ഞാനൊരു 2 അനുഭവം ഞാൻ പറയുകയാണ്. ഡോക്ടർ ബാബു പോളിനെ നമുക്കറിയാം. ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം ഒരു ഓർത്തഡോക്സ് സഭാ വിശ്വാസിയാണ്. ഈ ഓർത്തഡോക്സ് സഭയിലെ ഓൾട്ടർ സർവീസ് ചെയ്യുന്ന ഒരാളായിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ ഓൾട്ടർ ബോയ് ആയിരുന്നു. പുരോഹിത ശുശ്രൂഷയിൽ ആവശ്യമായ കാര്യങ്ങൾ അൾത്താരയിൽ വന്ന് സഹായിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന 2 പേരിൽ ഒരാളായിരുന്നു അദ്ദേഹം. IAS ഉദ്യോഗസ്ഥനായതിനു ശേഷവും സ്റ്റേറ്റിൻ്റെ ചുമതലകളിലേക്ക് വന്നതിന് ശേഷവും അദ്ദേഹം ഈ കാര്യങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ തൻ്റെ പള്ളിയിൽ പോയി ചെയ്യുമായിരുന്നു. അദ്ദേഹം പറഞ്ഞതും എഴുതിയിരിക്കുന്നതുമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് വളരെ അതിശയകരമായി തോന്നിയത്, ഈ അൾത്താര ശുശ്രൂഷയ്ക്ക് ഞാൻ യോഗ്യനല്ല, പക്ഷേ എന്നെ യോഗ്യനായി സമർപ്പിച്ച ഒരു ബിഷപ്പിൻ്റെ പ്രാർത്ഥനയോടെ ഞാൻ ഈ ചുമതലയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥമുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അത് എത്രയോ വലിയ സദസ്സുകളിൽ പോലും അഭിമാനത്തോടുകൂടെ നിന്ന് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ മനുഷ്യൻ പറയുകയാണ്, ദൈവം ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്ത് നിയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകത്തോടുകൂടെയാണ് നിർത്തുന്നത്. മനുഷ്യരുടെ ബുദ്ധിയോ അറിവോ സാഹചര്യങ്ങളോ ബന്ധുക്കളോ സ്വാധീനങ്ങളോ അല്ല ഒരു മനുഷ്യനെ നയിക്കുന്നത്. അവൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ലോകത്തോട് വിളിച്ചു പറയുവാൻ, അവകാശത്തോടെ നിൽക്കുവാൻ ദൈവം സഹായിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യം എവിടെയാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്?
പാഴും ശൂന്യവുമായിരുന്ന ലോകത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് ഈ ലോകത്തെ ക്രമീകൃതമായി രൂപപ്പെടുത്തുവാൻ ആത്മാവിൻ്റെ അഭിഷേകം സഹായകരമായി തീർന്നു എങ്കിൽ, മോശയെ വിളിക്കുമ്പോൾ മോശയുടെ മേൽ ആത്മാവിൻ്റെ ശക്തി ഉണ്ടായി എങ്കിൽ, ഏലിയാവിനെ വിളിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചു എങ്കിൽ, പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിച്ചപ്പോൾ ഈ ആത്മാവിൻ്റെ അഭിഷേകം പകർന്നു എങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് മറിയയുടെ ഉദരത്തിൽ ഈ ആത്മാവിൻ്റെ ശക്തിയും തുടിപ്പും അനുഭവപ്പെട്ടപ്പോൾ എല്ലാം ഭദ്രമായി സുരക്ഷിതമായി എന്ന് പറഞ്ഞ് അന്ധകാരത്തിന് യേശുവിൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആ പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ ദിവസം ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുവാൻ കാരണമായി എങ്കിൽ, രൂപാന്തരത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരനുഭവം ഓരോ ജീവിതങ്ങളിലും ഉണ്ടാകണം, ഓരോ ജീവിത സാഹചര്യങ്ങളിലും ഉണ്ടാകണം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പറയുന്നത് പോലെ പാഴും ശൂന്യവുമായിരുന്നതിനെ ഏറ്റവും ക്രമീകൃതമായി രൂപപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് കഴിഞ്ഞു എങ്കിൽ, നമ്മൾ ഓരോരുത്തരും എൻ്റെ ജീവിതത്തിൻ്റെ പാഴും ശൂന്യവുമായ അവസ്ഥകളിൽ ഒരു മാറ്റവും പുതുക്കവും ഉണ്ടായില്ല എങ്കിൽ, ഒരു നവീകരണം സംഭവിച്ചില്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അത് അർത്ഥമില്ലാത്ത ഒരവസ്ഥയായി മാറുകയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ഈ ദിവ്യമായ ഉപയോഗത്തിനു വേണ്ടി വസ്തുക്കൾ ശുദ്ധീകരിക്കുന്ന ഒരുപാട് ജോലിക്കാരുണ്ട്. അതിൽ ഒരാൾ ഒരു സമയത്ത് പറഞ്ഞൊരു പ്രസ്താവന ഞാൻ ഈ സമയം ഓർക്കുകയാണ്. ഓരോ ദിവസവും ദീപാർച്ചന കഴിഞ്ഞ് ഈ വിളക്കുകളൊക്കെ കരിപിടിച്ചും എണ്ണയിൽ മുഴുകിയും ഒരു സ്ഥലത്ത് കൊണ്ട് കൂമ്പാരമായി കൂട്ടിയിടും. അത് അന്ന് വൈകുന്നേരമാകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഏറ്റവും ശ്രമകരമായി പ്രവർത്തിക്കുമ്പോഴാണ് അത് മിനുസമുള്ളതും മനോഹരവുമായി തുടർന്നുള്ള ഉപയോഗത്തിനു വേണ്ടി അതിനെ രൂപാന്തരപ്പെടുത്തുന്നത്. നമ്മുടെ വീടുകളിലെ പാത്രങ്ങൾ നമ്മൾ കഴുകി അടുത്ത ദിവസത്തിനു വേണ്ടി നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അടുത്ത ദിവസം അത് ഏറ്റവും ഭംഗിയായി അത് ഉപയോഗിക്കണമെങ്കിൽ തലേ ദിവസത്തെ എല്ലാ അഴുക്കുകളും കഴുകി ശുദ്ധീകരിക്കണം. മുഷിഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ അലക്കി ഉപയോഗിക്കുകയാണ്. അതുപോലെ പഴകിപ്പോയ ഓരോ കാര്യങ്ങളും നവീകരിച്ചിട്ടാണ് നമ്മൾ തുടർന്ന് ഉപയോഗിക്കുന്നത്. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന എല്ലാ തിന്മകളും കുറവുകളും തക്ക സമയങ്ങളിൽ നമ്മൾ മാറ്റിക്കളഞ്ഞില്ല എങ്കിൽ, കഴുകി ശുദ്ധീകരിച്ചില്ല എങ്കിൽ, അതിനെ വിശുദ്ധീകരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ, തീർച്ചയായിട്ടും അതിന് യാതൊരു വിലയും പ്രസക്തിയും ഇല്ലാത്തതായി മാറും. അങ്ങനെ നവീകരിക്കപ്പെടുന്ന ഏറ്റവും ശുദ്ധിയാക്കുന്ന ഈ വസ്തുക്കളാണ്, ഉപകരണങ്ങളാണ് അടുത്ത ദിവസത്തെ പൂജയ്ക്കായി നമ്മൾ ഉപയോഗിക്കുന്നത്. മെഡിക്കൽ ടെർമിനോളജി ഉപയോഗിച്ചാൽ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് ഓരോ ഉപകരണങ്ങളും വാർഡുകളിലായാലും തിയേറ്ററുകളിലായാലും അത് ഉപയോഗിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ ഒരു നവീകരണമാണ് വാസ്തവത്തിൽ സംഭവിക്കേണ്ടത്. എൻ്റെ ദോഷശീലങ്ങളിൽ ഒരു മാറ്റമുണ്ടാകണം, എൻ്റെ അനാവശ്യ ഇടപെടലുകളിൽ ഒരു മാറ്റമുണ്ടാകണം, ആലയത്തോട് അകന്നിരിക്കുന്ന എൻ്റെ മനോഭാവങ്ങളിൽ ചില മാറ്റങ്ങളുണ്ടാകണം, വിദ്വേഷവും വെറുപ്പും നിറഞ്ഞ മനസ്സിൽ സൗഹൃദത്തിൻ്റെ ഒരു സ്പർശനമുണ്ടാകണം. അങ്ങനെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരനുഭവം നാം ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകണം. പരിശുദ്ധാത്മാവേ വന്ന് എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കണമേ എന്നത് ഓരോ വിശ്വാസിയുടെയും ശക്തമായ ഒരു പ്രാർത്ഥനയായി മാറണം. ബെനഡിക്ട് 16 എന്ന മാർപ്പാപ്പ അദ്ദേഹം പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരിക്കൽ സംസാരിച്ചത് ഇങ്ങനെയാണ്: എല്ലാ മനുഷ്യരും അശുദ്ധി നിറഞ്ഞവരാണ്, എല്ലാ മനുഷ്യരും അശുദ്ധമായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെ ജീവിക്കുന്ന ഓരോ മനുഷ്യരിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരണം. എവിടെ നിന്ന് വരുന്നു?
ആരാണ് അയക്കുന്നത്? ആർക്കു വേണ്ടിയാണ് നീ ശുദ്ധീകരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നീ നവീകരിക്കപ്പെടുന്നത് എന്ന് നീ സ്വയം ചോദിക്കണം. ഞാനൊരു ജോലിയിൽ ഏർപ്പെടുകയാണ്. ഒരു അധ്യാപകനായിരിക്കാം, ഒരു ഡോക്ടറായിരിക്കാം, കൂലിപ്പണിക്ക് പോകുന്ന ഒരാളായിരിക്കാം, ഡ്രൈവറായിരിക്കാം, മറ്റേതൊരു പ്രൊഫഷനിലും ആയിരിക്കുന്ന ആളുകളായിരിക്കാം. ഞാൻ എനിക്കുള്ള ചുമതലകളിലും ഉത്തരവാദിത്വങ്ങളിലും ഒരു നവീകരിക്കപ്പെട്ട അവസ്ഥയിൽ മുന്നേറുവാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഇന്നലകളെപ്പോലെ എനിക്ക് ജീവിച്ചതുകൊണ്ട് യാതൊരർത്ഥവുമില്ല എന്ന് നാം വളരെ ഗൗരവമായി ബോധ്യപ്പെടേണ്ടിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ വായ്ക്കകത്ത് ഉമിനീര് ഉള്ളവരാണ്. അത് ഡ്രൈ ആയി പോയിട്ടുള്ള ഒരു രോഗമുള്ള ചിലരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഉമിനീരുള്ളത് കൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്, നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്നത്. ഈ ഉമിനീര് വായ്ക്കകത്ത് നിന്ന് പുറത്തു വന്ന ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അത് പിന്നെ വിസർജ്യമായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും നാവ് നനഞ്ഞ് മുങ്ങിക്കിടക്കുന്ന ഈ ഉമിനീര് ആ സ്ഥലത്ത് മാത്രമാണ് അതിനൊരു ദിവ്യത്വമുള്ളത്. അത് കഴിഞ്ഞ് വായിൽ നിന്ന് പുറത്ത് വന്ന ഒരു സാധനം, ഈ ഉമിനീര് ഒരു മനുഷ്യർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒരു വിശ്വാസിയെ നിലനിർത്തിയിരിക്കുന്ന സ്ഥലത്ത് വിശുദ്ധിയോടുകൂടെ നിൽക്കുവാൻ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന ചില മുഖാന്തരങ്ങളാണ്. അതിനകത്ത് നിനക്ക് ഒരുപാട് വേദനകളുണ്ടായേക്കാം, ഒരുപാട് പ്രയാസങ്ങളുണ്ടായേക്കാം. പക്ഷെ നിന്നെ നിലനിർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചില ലൂബ്രിക്കൻസ് ഉണ്ട്, ചില സ്വാധീനങ്ങളുണ്ട്, ചില അനുഭവങ്ങളുണ്ട്. ഇത് എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കൈമോശം വന്നാൽ, എപ്പോഴെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടു പോയാൽ എന്ന് പറഞ്ഞാൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതം ദൈവത്തിൽ നിന്ന് എപ്പോഴെങ്കിലും അകന്നാൽ അത് തിരിച്ചു വരാൻ കഴിയാത്ത വിധം നീ അന്യപ്പെട്ടു പോകുകയാണ്, നീ അശുദ്ധിയിലേക്ക് വീണു പോകുകയാണ്. അങ്ങനെ വീണു പോകാതിരിപ്പാൻ അനുനിമിഷവും ലോകം പ്രാർത്ഥിക്കുന്ന ശക്തമായ ഒരു പ്രാർത്ഥനയാണ്, ഓ കം ഹോളി സ്പിരിറ്റ് റിന്യൂ മീ, റിന്യൂ അസ്. എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ ഓരോ നിമിഷവും നവീകരിക്കണമേ, എന്നെ ഓരോ നിമിഷവും അനുഗ്രഹിക്കണമേ. ഞാൻ ഭയന്നിരിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്, ഞാൻ സ്വതന്ത്രനല്ല, ഞാൻ ഒരുപാട് കെട്ടപ്പെട്ട അവസ്ഥകളിലാണ്. എന്നെ ശക്തിയോടും ചൈതന്യത്തോടും കൂടെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു എങ്കിൽ അഭിഷേകത്തിൻ്റെ അനുഭവം കൈമോശം വരാതെ അവസാനത്തോളം കാത്തു സൂക്ഷിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എല്ലാവരുടെ മേലും വരണം. നമ്മുടെ ആലയത്തിനൊരു നവീകരണം വരണ്ടേ, നമ്മുടെ കുടുംബങ്ങൾക്കൊരു നവീകരണം വരണ്ടേ, നമ്മുടെ വ്യക്തി ജീവിതത്തിലൊരു നവീകരണം ഉണ്ടാകേണ്ടേ. നമുക്ക് കുറച്ചുകൂടെ ദൈവാശ്രയത്തോടുകൂടെ നിൽക്കാൻ, കുറച്ചുകൂടെ ദൈവത്തോട് നിരപ്പുള്ളവരായി തീരാൻ, കുറച്ചുകൂടെ വ്യക്തിബന്ധങ്ങൾ നന്മയായി സൂക്ഷിക്കാൻ. കാലം എത്ര പുരോഗമിച്ചിട്ടും സമ്പത്ത് എത്ര പെരുകിയിട്ടും ഒറ്റപ്പെട്ടു പോയി ജീവിക്കുന്നത് കൊണ്ട് എന്ത് അർത്ഥമാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്? നാം ഓരോരുത്തരിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ കാലഘട്ടത്ത് ദൈവം സമർത്ഥമായി തന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഈ സഭയുടെ വളർച്ചയുടെ ഘടകങ്ങളിൽ ആരാധനകളിൽ സ്വാതന്ത്ര്യം വേണമെന്നും ആരാധനകളിൽ ലിത്താനിയോ അല്ലെങ്കിൽ ക്രമങ്ങളോ വേണ്ട, ഫ്രീ വർഷിപ്പാണ് നല്ലത് എന്ന് പറഞ്ഞ് ന്യൂ ജനറേഷൻ സഭകളുണ്ടായപ്പോൾ അതൊരു വ്യക്തിയുടെ പേരിലുള്ള കൂട്ടായ്മയായി ലോകത്ത് അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ വ്യക്തിയുടെ പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയ കൂട്ടായ്മകളെ സഭയായി ആളുകൾ തെറ്റിദ്ധരിക്കുകയും ആ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങളുടെയോ പരിണിത ഫലമായി ആ മൂവ്മെൻറ്റ് പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നതാണ് നമ്മൾ ഈ കാലഘട്ടത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യക്തിയുടെ പേരിലല്ല സഭ അറിയപ്പെടുന്നത്, ദൈവത്തിൻ്റെ പേരിലാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ ആത്മാവിൻ്റെ ചലനമാണ് ഉണ്ടാകേണ്ടത്. ഇന്ന് ആളുകളുടെ ചലനമാണ് ആലയത്തിൽ നിർഭാഗ്യവശാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ചലനം എന്താണ്? എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബോധ്യം വരുന്ന, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാപിക്കാൻ കഴിയുന്ന ആത്മാവിൻ്റെ ഒരു അഭിഷേകമാണ്.
നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത് വേർതിരിക്കപ്പെട്ടവർക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കാവലും സംരക്ഷണവും ദൈവം ഒരുക്കുകയാണ്. പിന്നെയും നീ അശുദ്ധിയിലേക്ക് വീണു പോകരുത്. വീണു പോകാതിരിപ്പാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നീ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകേണ്ടിയിരിക്കുകയാണ്. നാം ഓരോരുത്തരും വിശുദ്ധിയിൽ വളരുന്തോറും പരിശുദ്ധാത്മാവ് നാം ഓരോരുത്തരുടെ ജീവിതത്തിലും അധികം സജീവമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വ്യക്തികളെയും കുടുംബങ്ങളെയും സഭയെയും നമ്മെ പുതുക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ സഭയിലുണ്ട്. ഞാൻ പലപ്പോഴും അതിശയത്തോടുകൂടെ നോക്കുകയാണ്, ഈ ആലയത്തിനുള്ളിൽ എവിടുന്നെല്ലാം ആളുകളാണ് വന്നിരുന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോകുന്നത്. കണ്ണുനീരോടെ മണിക്കൂറുകളോ മിനിറ്റുകളോ ഒക്കെ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സമയം പോകാൻ വരുന്നവരും ഉണ്ടായിരിക്കാം. പക്ഷേ ഹൃദയവേദനയോടുകൂടെ വന്ന് ഈ സങ്കടങ്ങളൊക്കെ കരഞ്ഞ് തളർന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകൾ എത്ര ആശ്വാസത്തോടെയാണ് ഈ സ്ഥലത്തു നിന്ന് പോകുന്നത്. ഈ രൂപാന്തരത്തിൻ്റെ ശക്തിയാണ്, ഈ രൂപാന്തരത്തിൻ്റെ അനുഭവമാണ് നാം ഓരോരുത്തരിലും എന്നും നിലനിൽക്കേണ്ടത്. കഴിഞ്ഞ 200 വർഷമായി ഈ സ്ഥലത്ത് അർപ്പിച്ച പ്രാർത്ഥനകൾ, ഇവിടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീരുകൾ, ഇന്ന് നമുക്കൊരു പക്ഷേ കണ്ണുനീരൊക്കെ വളരെ കുറവായിരിക്കാം. നമുക്ക് കരയാനോ വേദനിക്കാനോ സമയമില്ലാത്ത വിധം തിരക്കുകളിൽപ്പെട്ട ആളുകളായിരിക്കാം. ഏതും ആയിക്കൊള്ളട്ടെ, ഇത് യഹോവയുടെ സാന്നിധ്യമുള്ളൊരിടമാണ്. ഇത് അലക്ഷ്യതയോടുകൂടെ കൈകാര്യം ചെയ്യാനുള്ളൊരു സ്ഥലമല്ല. അത് വിശുദ്ധിയോടും പരിശുദ്ധിയോടും നിൽക്കേണ്ടതാണ്. വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അശുദ്ധിയോടെ വരാൻ ഇടവരരുത്. ആ അശുദ്ധികളെ മാറ്റിവെച്ച് നവീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ വിശുദ്ധിയിൽ നിൽപ്പാൻ, പരിശുദ്ധനായവനോട് ചേർന്ന് നിൽക്കാൻ ദൈവം നാം ഓരോരുത്തരെയും വീണ്ടും ക്ഷണിക്കുന്ന ഒരു ക്ഷണമാണ് ഈ ദിവസത്തെ ധ്യാനം. പരിശുദ്ധാത്മാവേ, വന്ന് എന്നെ നിറയ്ക്കണമേ, നവീകരിക്കണമേ, എന്നെ പുതുക്കണമേ, എൻ്റെ മാലിന്യങ്ങളെ കഴുകിക്കളയണമേ, അശുദ്ധികളെ മാറ്റണമേ, വീണ്ടും പാപത്തിൻ്റെ വഴികളിലേക്ക് പോകാൻ ഇടവരാതെ വണ്ണം എൻ്റെ ജീവിതത്തെ നീ കാത്തുകൊള്ളണമേ. ഈ ഒരു ജീവിതത്തിൻ്റെ അനുഭവം നമ്മുടെ ഓരോ ഉള്ളങ്ങളിലും ഉണ്ടാകണം, ഓരോ ജീവിതത്തിലും ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, യൗവനക്കാർക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങളിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ഉണ്ടാകണം. ആ ഒരു വലിയ നന്മയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നത്. ഏറ്റവും ശ്രദ്ധേയമായി ഈ ചിന്തകളെ ഓർമ്മപ്പെടുത്തുന്നൊരു പാട്ടാണ് 401 പാട്ട്. ക്രിസ്തീയ ആരാധന പാട്ടുപുസ്തകത്തിലെ 401 പാട്ട്. പരിശുദ്ധാത്മാവേ, വന്ന് സർവ സൃഷ്ടിയെയും പുതുക്കുക, പകർന്നിടുക ആത്മാവേ, കൃപാവരം ഞങ്ങളിൽ ഈ സമയം, വീശുക ആത്മാവേ, വീശുക ഈ സഭ മേൽ. ഞാൻ വളരെ വിനയത്തോടുകൂടെ പറയട്ടെ, ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ആലയവും ആരാധനകളും. അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചലനമായി മാറാൻ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ചലിക്കുന്ന വസ്തുക്കളും ജീവിതങ്ങളുമായി രൂപാന്തരപ്പെടാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. ഒരു പെന്തക്കോസ്ത് ഞായറാഴ്ച നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അനുഭവമെങ്കിലും നാം ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകാൻ ദൈവം സഹായിക്കട്ടെ. അഭിഷേകം ചെയ്യണമേ, ആത്മാവിൽ നിറയ്ക്കണമേ, ആത്മാവിൽ ശക്തീകരിക്കണമേ, ആത്മാവിൻ്റെ പ്രചോദനത്താൽ ഞങ്ങളെ നിയന്ത്രിച്ച് ബലത്തോടെ ജീവിപ്പാൻ നീ സഹായിക്കണമേ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥനയുടെ വാചകം എല്ലാവരുടെ മനസ്സുകളിലും ഓർമ്മയായി നിൽക്കട്ടെ. പരിശുദ്ധാത്മാവേ, വന്ന് എന്നെ പുതുക്കണമേ, പരിശുദ്ധാത്മാവേ, വന്ന് എന്നെ നവീകരിക്കണമേ, എന്നെ ശക്തീകരിക്കണം. അത് നമ്മുടെ ഈ ദിവസത്തെ പ്രത്യേക പ്രാർത്ഥനയായിരിക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പാട്ടിൻ്റെ വരികൾ നമുക്ക് എഴുന്നേറ്റ് നിന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് പാടാം. ആരാധന, ക്രിസ്തീയ ആരാധന പാട്ടുപുസ്തകത്തിലെ 401 പാട്ട്.
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ദൈവത്തിൻ്റെ ദാനമായി മനുഷ്യർക്ക് നൽകുമ്പോൾ അത് പാഴും ശൂന്യവുമായ അവസ്ഥകളെ രൂപാന്തരപ്പെടുത്തുന്നു. മരുഭൂമിയെ മലർവാടിയായി വ്യത്യാസപ്പെടുത്തുന്ന, ജീവിതത്തിൻ്റെ കയ്പിലും കഷ്ടതയിലും വീണുപോയവരെ അങ്ങയുടെ ഉത്തമ സാക്ഷികളായി എഴുന്നേൽപ്പിക്കുന്ന, പേടികൊണ്ട് വാതിലടച്ചിരുന്ന സമൂഹത്തിൻ്റെ മധ്യേ ഒരു പുതിയ പ്രചോദനമായി മാറിയതുപോലെ ഞങ്ങളുടെ ഓരോ ജീവിതത്തിലും ഈ ഒരു അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് വീശണമേ. ഞങ്ങളുടെ സഭയിൽ ദൈവത്തിൻ്റെ ചലനമുണ്ടാകണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ഒരു സമർപ്പണം തരണമേ. സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഞങ്ങൾ അവസാനത്തോളം നിൽക്കട്ടെ. നാഥ, നിൻ്റെ സേവ ചെയ്യുവാൻ, ഈ അഭിഷേകത്തോടെ നിൽപ്പാൻ സമ്പൂർണമായി ഞങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സത്യാത്മാവേ, അനുനിമിഷവും വന്ന് ഞങ്ങളെ പുതുക്കണമേ, നവീകരിക്കണമേ. ഞങ്ങളെ ചൈതന്യത്തോടെ, നല്ല സാക്ഷ്യത്തോടെ, നല്ല ശീലങ്ങളോടെ, നല്ല വ്യക്തിത്വങ്ങളായി ഈ ലോകത്ത് നിലകൊള്ളുവാൻ അവസാനത്തോളം സഹായിക്കണം. സകല അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ വിനയപ്പെടുന്നു. തിരുഹിതം പോലെ ഞങ്ങളെ കാക്കണം. ദൈവകൃപയുടെ കാവലിലും സംരക്ഷണയിലും ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം നിറവേറ്റി പരിശുദ്ധാത്മാവിൻ്റെ രൂപാന്തരത്തിന് വിധേയപ്പെട്ട് അവസാനത്തോളം ജീവിപ്പാൻ ഞങ്ങളെയും കുടുംബങ്ങളെയും ഈ ദേശത്ത് സഹായിക്കണമെന്ന് വിനയമായി പ്രാർത്ഥിക്കുമ്പോൾ കേട്ട് അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും പ്രിയമായവരെ നാം എല്ലാവരോടും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ.